അപ്പോൾ പ്രാർത്ഥനയായതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയില്ല അല്ലേ? ശരി, ആദ്യമായിട്ട് വരികയാണല്ലോ, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തും. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വേങ്ങൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. യാക്കോബായ കുടുംബമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നത് എൻ്റെ 15-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. 17-ാമത്തെ വയസ്സിൽ പാസ്റ്ററായി. അന്നൊക്കെ വളരെ കുറച്ച് പഠിച്ചാൽ മതി, പഠിച്ചില്ലേലും വേണ്ടില്ല, ഉറക്കെ പ്രസംഗിച്ചാൽ മതി. ഞാനങ്ങനെ ഉറക്കെ പ്രസംഗിച്ചു. ഉറക്കെ പ്രസംഗിച്ചപ്പോൾ എന്നെ പാസ്റ്ററാക്കി. അത് അന്നത്തെ സുവിശേഷ വേലയ്ക്ക് ആളുകൾ തീരെ കുറവായതുകൊണ്ട് അന്നൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. അത് കുഴപ്പമൊന്നുമില്ല, പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല, അതൊരു സത്യമാണ്. ദീർഘമായ വർഷങ്ങളിൽ ഒറ്റയ്ക്ക് അങ്ങനെ സുവിശേഷ വേല ചെയ്തു. 26-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. 2 പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. 2 പെൺകുട്ടികളെ ദൈവം തന്നു. അവരൊക്കെ വളർന്ന് വലുതായി. ലോകപരമായിട്ട് കിട്ടാവുന്ന വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തു. 2 പേരും സുവിശേഷ വേലയോട് ഒരു താല്പര്യവുമില്ലാത്തവരാണ്. എൻ്റെ പിള്ളേരെന്ന് മാത്രമല്ല, നല്ലൊരു ശതമാനം ഉപദേശിമാരുടെ മക്കൾക്കും സുവിശേഷ വേലയോട് വലിയ താല്പര്യമൊന്നും ഇല്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറ്റിയ അന്തരീക്ഷമാണ്. എത്ര ഉറക്കെ എന്നാ പറഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്തതാണ്. എന്നാൽ ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സുവിശേഷ വേലക്കാരെയാണ്. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരോട് വിരോധമൊന്നുമില്ല, പക്ഷേ അതിനേക്കാളൊക്കെ നല്ല ജോലി ഉപദേശി പണിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ പ്രാർത്ഥിച്ചു. സമയമായപ്പോൾ 2 ഉപദേശിമാരെ കിട്ടി. കല്യാണം നടന്നു. 2 പേരും സുവിശേഷ വേലയിലാണ്. ഒരാൾ വയനാട് ജില്ലയിൽ പുതുശ്ശേരിക്കടവ് എന്ന സ്ഥലത്ത് പാസ്റ്ററായി, മറ്റൊരാൾ മലപ്പുറം ജില്ലയിൽ ഭൂദാനം എന്ന സ്ഥലത്തും പാസ്റ്ററായിട്ടും ദൈവത്തിൻ്റെ വേല ചെയ്യും. മൂത്താൾക്ക് 2 പിള്ളേർ, രണ്ടാമത്തെ ആൾക്ക് 1 കുട്ടി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, അങ്കമാലിക്കടുത്ത് കറുകുറ്റി. കൊച്ചിൻ എയർപോർട്ടാണ് ഞങ്ങളുടെ സിറ്റി എന്ന് പറയുന്നത്, അങ്കമാലി. ഞാൻ ചാലക്കുടി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ് മെമ്പർഷിപ്പും ആരാധനയ്ക്കും സംബന്ധിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവം എനിക്കൊരു മിനിസ്ട്രി തന്നിട്ടുണ്ട്. അത് അഗാപ്പെ ഗോസ്പൽ മിഷൻ. നിലമ്പൂരാണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. ഏതാണ്ട് 8-9 സംസ്ഥാനങ്ങളിലായിട്ടുള്ള കുറച്ച് സഭകൾ, കേരളത്തിലുമുണ്ട് കുറച്ച് സഭകൾ, തിരുവനന്തപുരം ജില്ലയിലും 19 ചർച്ചകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാനം വഹിക്കുന്നു. അപ്പോൾ അങ്കമാലിക്കടുത്ത് കറുകുറ്റിയിൽ താമസിക്കുന്നു. ഇതാണ് പൊതുവേ ഉള്ള ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് പറയുന്ന സാക്ഷ്യം. ഇനി എങ്ങാനും ഇവിടെ വരേണ്ടി വന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും പറയില്ല. അപ്പോൾ ഇനി നമുക്ക് വചനത്തിലേക്ക് കടക്കാം, ഇല്ലേ? നിങ്ങൾ 4-5 ദിവസമായിട്ട് വചനം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 21 ദിവസവും 21 ദൈവദാസന്മാർ വന്ന് പ്രസംഗിച്ച് കഴിയുമ്പം 42 മെസ്സേജുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. നിങ്ങൾ എന്നാ ഭാഗ്യമുള്ളവർ!
ഞങ്ങൾ 21 ദിവസം കൊണ്ട് 21 സ്ഥലത്ത് പോയാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ പ്രസംഗം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇപ്പോൾ 21 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളൊക്കെ ഒരു അരമുക്കാൽ ഉപദേശിമാരായിരിക്കും. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ധ്യാനത്തിലേക്ക് വരാം. ഞാൻ ചിന്തിക്കുന്ന വിഷയം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞാൽ കേട്ടില്ലല്ലേ? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? തിരിച്ചിടാം, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരല്ലേ? ഇങ്ങനെയൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചു പോയാൽ പോരാ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചർ പഠിച്ചാലാണ് അതുപോലെയൊക്കെ പ്രാർത്ഥിക്കാനും അതുപോലെയൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുവാനും ഇടയായി തീരുകയുള്ളൂ. ഒരു വാക്യം വായിക്കും. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 6:10 ഒരാൾ വായിച്ചു. ിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരയണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് വായിച്ചത്. ആ വാക്യത്തിലേക്ക് വരും മുൻപ് അതിൻ്റെ പിന്നിലുള്ള ഒരു ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകണം. എനിക്ക് സമയം തന്നിട്ടുണ്ട്. 1:30 1:30 പ്രസംഗം നിർത്തണം. എന്താണ് ഞാൻ പറഞ്ഞു? ഇത്രയും സമയമുണ്ടല്ലോ, നല്ല സമയമാണ്. നിങ്ങൾ അത്ര നേരം ഇരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടയ്ക്ക് ആരെങ്കിലും പോകുമെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് ധ്യാനിച്ച് തുടങ്ങാം. ഈ ഇസ്രായേൽ ജനം ബാബേലിൽ അടിമകളായിപ്പോയി. പോകാൻ എന്തായിരുന്നോ കാരണമെന്നറിയാമോ? അത് പറയാം. നരവംശത്തിൻ്റെ പിതാവാണ് ആദാം. എന്നാൽ വിശ്വാസികളുടെ പിതാവ് ആരാണ്? അബ്രഹാമാണ്. ആദാം മുതൽ അബ്രഹാം വരെ 20 തലമുറകളുണ്ട്. അബ്രഹാം കഴിഞ്ഞ് പിന്നെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, അങ്ങനെ യോസേഫ് ഇങ്ങനെ വന്ന് ഒരു 18-ലധികം ന്യായാധിപന്മാർ. 14 ഉള്ളൂ. ശമൂവേലും ഏലിയും അവരുടെ മക്കളായ യോവേലും അബിയാവും എല്ലാം ചേരുമ്പം 18 ആവും. ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് അവർക്ക് മറ്റുള്ളവരെ പോലെ ഒരു രാജാവിനെ വേണമെന്ന് അവർ ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ 1ാമത്തെ രാജാവിനെ അവർക്ക് കൊടുത്തു. ആ രാജാവിൻ്റെ പേരറിയാമോ? ശൗൽ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഞാനെന്തിനാ ഇനി പ്രസംഗിക്കുന്നത്? 2ാമത്തെ രാജാവിൻ്റെ പേര് പറഞ്ഞ് ദാവീദ്, മിടുക്കർ. 3ാമത്തെ രാജാവിൻ്റെ പേര് പറഞ്ഞ് ശലോമോൻ, എക്സലൻറ്റ്. 4ാമത്തെ രാജാവിൻ്റെ പേര് പറഞ്ഞ് തട്ടി വീണോ? 3 വരെ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. 4ാമത്തെ രാജാവിൻ്റെ പേര് പറയുമ്പോഴാണ് ഒരു ചെറിയ തടങ്ങൽ പാറ പോലെ അല്ലേ? രഹബയാം, യൊരേബയാം. എന്താ കാര്യം? രാജ്യം 2ആയിട്ട് വിഭാഗിക്കപ്പെട്ടു. വടക്കേ ദേശം, തെക്കേ ദേശം, യഹൂദ, ഇസ്രായേൽ അല്ലേ? 10 ഗോത്രം, 1 ഗോത്രം, ഒന്നെല്ലാവർക്കും. 204 വർഷം ഒരു സ്ഥലത്ത് ഭരണം നടത്തി.
318 വർഷം മറ്റൊരു സ്ഥലത്ത് ഭരണം നടത്തി. 19 രാജാക്കന്മാർ ഇവിടെയും ഭരിച്ചു, അവിടെയും ഭരിച്ചു. കുറച്ച് പേരെ കൂട്ടിയിട്ടില്ല. സിമ്രിയും, ശല്ലൂം, അഥല്യ, ഇങ്ങനെ കുറച്ച് പേരൊന്നും കൂട്ടിയിട്ടില്ല. കാരണം 7 ദിവസം, 1 മാസം, ഒരാളെ കൊന്ന്, ഇങ്ങനെയൊക്കെ ഭരണം നടത്തി അവരൊന്നും കൂട്ടിയിട്ടില്ല. അതല്ലാതെ 19 38. ഞാൻ വിചാരിച്ചു നിങ്ങളാരും പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ശൗൽ, ദാവീദ്, ശലോമോൻ 38-3 കൂട്ടാനാ. 38-3 ഇനി കുറയ്ക്കാൻ വരുന്നുണ്ട്. കൂട്ടാൻ ഇത്രയും താമസമാണെങ്കിൽ ഇനി കുറയ്ക്കാൻ എന്തായിരിക്കും എന്ന് ഓർത്തിട്ട് എനിക്ക് പേടി തോന്നുന്നു. അപ്പം 41 രാജാക്കന്മാർ 411 വർഷം ഭരിച്ചു ഈ 2 സ്ഥലത്തും കൂടെ. ഒരാഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച, ശബ്ബത്ത് കേട്ടോ. 411 വർഷം എത്ര ശനിയാഴ്ചയുണ്ട്? ഇനി കണക്കൂടില്ലെന്നാണ്. പെട്ടു ഇല്ലേ? 38-3 പറഞ്ഞു തന്നെ എത്ര സമയം എടുത്തിട്ട്. അപ്പോഴുള്ള പാസ് 411 വർഷം എത്ര ശനിയാഴ്ചയുണ്ട്? വിഷമിക്കട്ടെ, ഞാൻ പറയാം. ഏകദേശം 25,000. ഏകദേശം. ഇപ്പം നിങ്ങൾ ചിന്തിച്ചു പാസം എടുക്കാനാണല്ലോ. അല്ല, ഒരു 6-7 പ്രാവശ്യം കൂട്ടി ഹരിച്ച് ഗുണിച്ചേച്ചാ വന്ന് നിൽക്കുന്നത്. തെറ്റാൻ വഴിയില്ല. ഈ 25,000 ശനിയാഴ്ചകളിൽ ഇവരാചരിച്ചത് എത്ര ശനിയാഴ്ചയെന്നറിയാമോ? 2000. ശലോമോനാണ് ആലയം പണിത്. പിന്നെ ഹിസ്കിയാവ്. കുറച്ച് കൊള്ളാത്ത രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആചരിച്ച ശനിയാഴ്ചകൾ 2000. അപ്പോൾ 25,000 ശനിയാഴ്ചകളിൽ നിന്ന് ആചരിച്ച 2000 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? വലിയ കുഴപ്പമില്ലാത്ത കണക്കല്ലേ? 23,000. 23,000 ശനിയാഴ്ചകൾ അവരാരാധനയ്ക്ക് പോയില്ല. ശബ്ബത്ത്, സ്വസ്ഥത, വിശ്രാമം എന്ന പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട കൽപ്പനാ ദിവസം ലംഘിച്ചു. 23,000 ദിവസങ്ങൾ ആരാധനയ്ക്ക് പോകാതിരുന്നിട്ടും അവർക്കൊരു കുഴപ്പമുണ്ടായില്ല. അതാ രസം. അപ്പോൾ അവർ വിചാരിച്ചു ആരാധനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, എന്നാ കുഴപ്പം? ഞാൻ 25 വർഷം പാസ്റ്ററായിരുന്നു. ഇപ്പം പാസ്റ്ററല്ല, ഈ സഭകളിലൊക്കെ ചുമതലയുണ്ട്. ഞാൻ പണ്ടൊരു അബദ്ധം ചെയ്യുമായിരുന്നു ഈ പാസ്സായിരുന്നപ്പം. സഭായോഗത്തിൽ വന്ന ആളുകൾക്ക് വേണ്ടി ഒരു സാധാരണ പ്രാർത്ഥന പ്രാർത്ഥിക്കും, വരാത്തവർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും. സഭക്കാരെല്ലാം കൂടെ കർത്താവേ വരാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം. അങ്ങനെ വരാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളെല്ലാം കൂടെ അനുഗ്രഹം അങ്ങോട്ട് എന്ത് ചെയ്തു? പാഴ്സലായിട്ട് കൊടുത്തു. അവർ വന്നവരെക്കാൾ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം അവർക്ക് തോന്നി ഈ ചെന്നില്ലേലും ഈ വന്നവരെക്കാൾ ശ്രദ്ധിക്കപ്പെടുന്നത് ആരെയാ? വരാത്തവരെ. ഇന്ന് കൊച്ചമ്മണി വന്നില്ലല്ലോ, ഇന്ന് മത്തായിച്ചേട്ടൻ വന്നില്ലല്ലോ. വന്നവരെ ശ്രദ്ധിക്കത്തില്ല. നമ്മളെല്ലാം കൂടെ അവരെ ഇവിടെ ഇരുന്നോണ്ട് അനുഗ്രഹിച്ച് അവരനുഗ്രഹിക്കപ്പെട്ടു. അപ്പം എനിക്ക് തോന്നി ഇതൊരു ഗ്രാമർ മിസ്റ്റേക്ക് ആണല്ലോ എന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഗ്രാമർ മിസ്റ്റേക്ക് തിരുത്തി. പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ന്യായമായി വരാൻ ന്യായമായ കാരണങ്ങളാൽ വരാത്തവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അപ്പോൾ അല്ലാതെ വരാത്തവരെയോ? നല്ല ചൂരവടിയുണ്ട്. അങ്ങനെ പറയാനൊക്കുമോ? സഭയല്ലയോ? അത് മനസ്സിൽ ചിന്തിക്കും. പരസ്യമായിട്ട് അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരേണമേ. എന്തായിരുന്നാലും ഈ 23,000 ദിവസങ്ങൾ ആരാധനയ്ക്ക് പോകാതിരുന്നിട്ട് ഒരു കുഴപ്പമില്ല എന്നവർക്ക് ഒരു പക്ഷെ.
അപ്പോൾ അവർ വിചാരിച്ചു യഹോവ ഞങ്ങളെ പോലെയുള്ളവൻ 23,000 ദിവസങ്ങൾ യഹോവയോട് കടം പറഞ്ഞു. കൊടുക്കണ്ടേ? അങ്ങനെ രാജാക്കന്മാർ ഭരിച്ച് മുന്നോട്ട് പോകുമ്പം കടം വീട്ടാൻ ദൈവം ഒരു വഴി തുറന്നു. യഹോയാക്കീൻ, സിദക്കിയാവ് 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ 3023, 832, 745 ടോട്ടൽ 4600 പേരെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. കണ്ണ് കുത്തി പൊട്ടിച്ചും ചങ്ങലയിട്ടും ഒക്കെ ആയിട്ട് പിടിച്ചുകൊണ്ടുപോയി. ഈ 4600 പേരെന്ന് പറഞ്ഞാൽ മിടുമിടുക്കന്മാരെയാണ് പിടിച്ചുകൊണ്ട് പോയത്. അപ്പം പിന്നെ യെരൂശലേമിൽ ആരാ ഉള്ളത്? മിടുമിടുക്കന്മാരല്ലാത്തവർ എവിടെയുണ്ട്? യെരൂശലേമിൽ. അല്ലെങ്കിൽ ഈ ഉറക്കം തൂങ്ങികളെ പിശാചിന് പോലും വേണ്ട എന്ന് ഞാൻ പറയാറുണ്ട്. അവിടെ ചെന്നപ്പോൾ അവർക്ക് ആത്മീയം ഉണ്ടായി. അതായി പറഞ്ഞു വരുന്നേ. അവരുടെ കിന്നരങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടി കമ്പികളൊക്കെ മുറുക്കി അവരെ യഹോവയ്ക്ക് പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടാനൊക്കില്ല. അലറി വൃക്ഷങ്ങളിന്മേൽ അത് തൂക്കിയിട്ടു. പിന്നെ പാടിയ പാട്ട് അങ്ങനെ നല്ല പാട്ടൊന്നുമല്ല. നിൻ്റെ കുഞ്ഞുങ്ങളെ പാറമേൽ അടിച്ച് കൊല്ലുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രത്തിൻ്റെ പഴയ വേർഷനാണ്. അവരവിടെ ബാബേലിൽ അടിമകളായിരുന്നത് എത്ര വർഷമെന്നറിയാമോ? 70 വർഷം. ഇസ്രായേലിന് ഒരു വർഷം എത്ര ദിവസമാണെന്നറിയാമോ? ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ, ചന്ദ്രമാന വർഷമാണ് അവർ നോക്കുന്നത്. ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾ 14, 14, 14, 14, 28. പൗർണമവാസി അമാവാസി 28, 2, 30 ഇൻറ്റു 12 സമം 360. ഒരു ദിവസം ഇസ്രായേലിൽ എത്രയാ? 360 ഇൻറ്റു 70 വർഷം സമം 23,200 പരം ദിവസങ്ങൾ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് കത്തിയോ? എത്ര ദിവസമാണ് ഇവർ ആരാധന മുടക്കിയത്? 23,000 ദിവസങ്ങൾ. എത്ര ദിവസമാണ് ഇപ്പോൾ ഒരു ആരാധനയ്ക്ക് വേണ്ടി കൊതിച്ചത്? 23,000 ദിവസങ്ങൾ. ആദ്യത്തെ ദൂത്. ന്യായമല്ലാത്ത കാരണത്താൽ ആത്മീകതയ്ക്ക് അവധി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, കണക്ക് കൊടുക്കേണ്ടി വരും. ഒന്നുകൂടെ ആ വാക്യം പറയുക. മഴയാണ്, വെയിലാണ്, മഞ്ഞാണ്, ചൂടാണ്, വാദമാണ്, കോച്ചിപ്പിടുത്തമാണ്, കൊളുത്താണ്, ആമവാദമാണ്, തുണി കീറി, കറണ്ട് ഉണ്ടായിരുന്നില്ല, വെള്ളമില്ലായിരുന്നു, വണ്ടിയില്ലായിരുന്നു, എറ്റ്സെട്ര. ന്യായമല്ലാത്ത കാരണത്താൽ ആത്മീകതയ്ക്ക് അവധി കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. എന്നായിരുന്നു നേരത്തെ കുഴപ്പം? എന്നാ കുഴപ്പം? രാജാക്കന്മാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ചുറ്റും സ്വസ്ഥത ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആലയം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. സംഗീതക്കാരുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പുതുകൊണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. വായിക്കാൻ ആളില്ലായിരുന്നു? ഉണ്ടായിരുന്നു. വ്യാഖ്യാനിക ശാസ്ത്രിയില്ലേ? ഉണ്ടായിരുന്നു. പുരോഗതിയില്ലായിരുന്നു? ഉണ്ടായിരുന്നു. ആരാധനയിലായിരുന്നു? ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? പള്ളിയില്ലേ? ഉണ്ടായിരുന്നു. വരാൻ വണ്ടിക്കൂലിയില്ലേ? ഉണ്ടായിരുന്നു. 10 രൂപ വണ്ടിക്ക് വരാമല്ലേ? വരാമായിരുന്നു. എന്നിട്ടും 10 ലക്ഷം രൂപ വാഹനം തന്നില്ലേ? തന്നായിരുന്നു. എന്നിട്ടും വൈകിയല്ലേ വന്നത്? ആണ്. സ്വോത്രക്കാഴ്ചയുടെ പൈസ ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. കൈക്കും കാലും കുഴപ്പമാണ്? ഇല്ലായിരുന്നു. പിന്നെ എന്നാ വരാതിരുന്നത്? വന്നില്ല. പിന്നെ എന്നാ വരാതിരുന്നത്? വന്നില്ല. അത്രയേ ഉള്ളൂ. ഞാൻ പ്രത്യേക കാരണമൊന്നും ഇല്ലെന്നേ. സ്വോത്രം.
കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയൊക്കെ മതി. ചില ആളുകൾക്ക് ആത്മീയം വരണമെങ്കിൽ എവിടെ ചെല്ലണം? ബാബേലിൽ ചെല്ലണം. എൻ്റെ കൂട്ടുകാരൻ പണ്ട് ഗൾഫിൽ പോയതുപോലെ നല്ല പ്രവാചകനാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ആരാ വിളിച്ചേ? ആരും വിളിച്ചില്ല. എന്തിനാ പോകുന്നേ? ആരെങ്കിലും വല്ല ശിശുവിനെ തരുമെന്നറിയാൻ വേണ്ടി പോവുക. ഞാൻ പറഞ്ഞു, ഒരു 21 ഇരുന്നേച്ചു പോവും. അതൊന്നും വേണ്ട, ഞാൻ തമിഴിൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തുപോയി, ഇനി പോവുക. ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവിടെ ചെന്ന് എങ്ങനെയോ ഒരു വീട്ടിൽ ചെന്ന് കയറി. എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരുടെയും അഡ്രസ്സ് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, തരികയില്ല. അങ്ങനെയൊന്നും ചെല്ലുന്ന അവർക്ക് ആർക്കും ഇഷ്ടമില്ല. 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു പ്രാർത്ഥനാ മുറിയുണ്ട്, അതിനകത്തോട്ട് കയറിയിരുന്നു പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിച്ചു. പിന്നെ വിളിച്ചു പറഞ്ഞു, ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. മുട്ടുകുത്തി ഈ പ്രോഗ്രാം ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. മുട്ടുകുത്തിയില്ലേ? മുട്ടുകുത്തി. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു, സൗകര്യമില്ല. ഈ കരച്ചിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമോ പാസ്? നമുക്കൊരു തരം കരച്ചിലൊക്കെ എടുക്കും. കർത്താവേ, ഇങ്ങനെ വൈപ്പറൊക്കെ ഇടുന്നില്ല കരച്ചിൽ. ആ കരച്ചിലല്ലേ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു, സൗകര്യമില്ല. ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാൻ. എന്നാ പണിയെന്നറിയാമോ? കേൾക്കാൻ രസമാണ്. യാതൊരു പ്രോഗ്രാമും ഇല്ല. അപ്പോൾ അവിടുത്തെ അച്ഛനും ആൻറ്റിയും ജോലിക്ക് പോവുക. ഇങ്ങനെ വെറുതെ ഇരിക്കുക. നല്ല പണിയെടുക്കുന്ന മനുഷ്യനാണ്. പുള്ളി എന്തോ ചെയ്തു, അവർ വന്നപ്പോൾ ഒരു ദിവസം നല്ല ഒന്നാന്തരം ചപ്പാത്തി കുഴച്ച് അങ്ങ് കൊടുത്തു. ചപ്പാത്തിയും കറിയും പുള്ളിയുടെ വക. അതിന്ന് ചാൻറ്റി പറഞ്ഞു, എന്നോ നല്ല ചപ്പാത്തി. പാസ്റ്റ് പോകുന്നത് വരെ ഇനി പാസ്റ്റ് വേണം ഇവിടെ ചപ്പാത്തി. ചുരുക്കി പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ആ വീട്ടിലെ എല്ലാ പണിയും പാരാ ചെയ്യുന്നേ, ഇങ്ങനെ ചെയ്യുന്നേ. അതാ എന്നോട് പറഞ്ഞേ, ഒന്ന് എനിക്ക് വേണ്ടി കരഞ്ഞ് ശ്രദ്ധിച്ചോണം കേട്ടോ. നെഞ്ചത്ത് കൈവച്ച് അന്തസ്സോടെ പ്രാർത്ഥിക്കുവാൻ അവസരം കിട്ടുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ തലയിൽ കൈവച്ച് അപമാനത്തോടെ പ്രാർത്ഥിക്കുന്ന സമയം വരും. ഇതൊക്കെ നല്ല സുപ്രസാദ കാലമാണ്. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അന്തസ്സോടെ കിട്ടുന്ന സമയങ്ങളാണ്. അങ്ങനെ അവരവിടെ ചെന്നപ്പോൾ 6-ാം അധ്യായം 28-ാമത്തെ വാക്യം, ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ ഘോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. വേറെ ഒരു നാട്ടിൽ, വേറെ ഒരു രാജ്യത്ത് പ്രവാസികളായി ചെന്ന ഇവര് എങ്ങനെ ഇരുന്നു? അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിച്ചു. നമ്മൾ ഈ നാട്ടിൽ സ്വന്തം നാടാണോ അതോ പരദേശികളാണോ? ഹലോ, നെയ്യാറ്റിൻകരയിൽ നിങ്ങൾ സ്വന്തം നാട്ടിലാണോ അതോ പരദേശികളാണോ? നമ്മൾ പാടാറില്ലേ, ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം, ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും. ഓ, എന്നാ മനോഹരമായ പാട്ട്! ദർബാർ രാഗത്തിലുള്ള പാട്ട്. ട്യൂൺ ചെയ്യണം. ഇവിടെ നമ്മൾ ആരാണ്? സ്വന്തമല്ല. വാഗ്ദത്ത ദേശത്തെത്തിയിട്ടും അബ്രഹാം എങ്ങനെ ജീവിച്ചു? അന്യദേശത്തെന്ന പോലെ. നമ്മളോ അന്യദേശമാണെന്നറിയാം, എന്നാലും ജീവിക്കുന്ന എങ്ങനെ? വാഗ്ദത്ത ദേശം പോലെ താമസിക്കും. വേറെ ഒരു നാട്ടിൽ
നാട്ടിൽ ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാൻ കാരണമെന്ത്? ഈ നാട്ടിൽ നമുക്കും ശുഭകരമായിരിക്കുവാൻ എന്തൊക്കെ സ്വഭാവങ്ങൾ വേണം? 3 സ്വഭാവങ്ങൾ ദാനിയേലിനും കൂട്ടർക്കും ഉണ്ടായിരുന്നു. 1, 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം 1-ാമത്തെ സ്വഭാവമാണ്. 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം 2-ാമത്തെ സ്വഭാവമാണ്. 6-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം 3-ാമത്തെ സ്വഭാവമാണ്. 1:8 രാജാവ് നൽകുന്ന രാജകീയമായ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ ഞങ്ങൾ അശുദ്ധമാക്കുകയില്ലെന്ന് എവിടെ നിശ്ചയിച്ചു? ഹൃദയത്തിൽ നിശ്ചയിച്ചു. അപ്പോൾ ദാനിയേൽ ആരായിരുന്നു എന്നറിയാമോ? ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു. ദാനിയേലിന്റെ പ്രമാണം എവിടായിരുന്നു? ഹൃദയത്തിൽ. നമ്മുടെ പ്രമാണം എവിടാ? കയ്യിൽ, കക്ഷത്തിൽ, കവറിൽ, ഷോക്കേസിൽ. എനിക്കില്ല. ഈ പ്രമാണം കയ്യിൽ കൊണ്ടു നടക്കുന്നവരും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ഭയങ്കര പ്രസംഗനും വർഷിപ്പ് ലീഡറും ഒക്കെ ആയിരുന്നു ദാവീദ്. ഇങ്ങനെ എഴുതി പോലെ സങ്കീർത്തനം ആരാ എഴുതിയേക്കണേ? യിശായിപുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. ഒരു ഭാഗം അങ്ങ് തീരുക. പക്ഷെ പാപം ചെയ്യാൻ വല്ലത് മടിയുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ കിടക്കുന്നു. പ്രാർത്ഥന സമയം സന്ധ്യാസമയം. എഴുന്നേറ്റ് പോയി സ്ത്രീ കുളിക്കുന്നത് കാണുന്നു. പാപം ചെയ്യുന്നു. പാപത്തിൻ്റെ മേൽ പാപം. അയാളെ വിളിച്ചു വരുത്തുന്നു, കൊല്ലിക്കുന്നു, കല്യാണം കഴിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രമാണം ഇങ്ങനെ എന്നെ പോലെ പ്രസംഗിച്ചാലോ ഇവരെ പോലെ പാടിയാലോ നിങ്ങളെ പോലെ ഇങ്ങനെ കൊണ്ടു നടന്നാലൊന്നും പാപം ചെയ്യാതെ ജീവിക്കാമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം എഴുതുന്നതിനൊക്കെ മുമ്പ് ഒരാൾ ജീവിച്ചിരുന്നു. പേര് യോസേഫ്. ഒരു പെങ്കൊച്ച് വിളിച്ച് കയറ്റിയതാ വീട്ടിലോട്ട്. പക്ഷെ ഇറങ്ങി ഓടുമ്പം പറഞ്ഞ വാക്ക് കേട്ടോ, നിന്നോട് ഞാനിത് ചെയ്താൽ യഹോവയോട് പാപം ചെയ്യുന്നു. അപ്പം ഈ പ്രമാണം യോസേഫിന് എവിടായിരുന്നു? ഉണ്ടോ? എന്തോ ബൈബിൾ പറയുന്നത്? ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പം ഹൃദയത്തിൽ പ്രമാണമുള്ളവരും കയ്യിൽ പ്രമാണമുള്ളവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതൊന്നും എൻ്റെ പ്രസംഗ വിഷയമല്ല, വരിക. അപ്പോൾ ദാനിയേൽ എന്തുള്ളവനായിരുന്നു? ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു. 2, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിച്ചാൽ തീരെയില്ല. അതുകൊണ്ടാണ് 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. രാജ്യം ഭരിക്കുവാൻ 120 പേരെ തിരഞ്ഞെടുത്തു. പിന്നെ അതിൽ നിന്നൊരു 3 പേര് സെലക്ട് ചെയ്യപ്പെട്ടു. ഈ 120-ലും 3-ലും ആരുണ്ട്? ദാനിയേലുണ്ട്. അർത്ഥം, അവൻ സകലത്തിലും വിശ്വസ്തനായിരുന്നു. നിങ്ങളൊരു വിശ്വസ്തനായ മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയെ തടയാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ഒരു പാനൽ ഇല്ലാതെ, തിരഞ്ഞെടുപ്പില്ലാതെ, അഴിമതിയില്ലാതെ, ആരോപണങ്ങൾ നടത്താതെ, കുതിരക്കച്ചവടവും അഴിമതിക്കച്ചവടവും നടത്താതെ, ഒരാളുടെ കണങ്കാൽ മുതൽ തോൾ വരെ ചവിട്ടാതെ നിങ്ങളെ ഉയർത്താൻ ദൈവം ശക്തനാണ്. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ 50 നിലയുള്ള ഒരു കെട്ടിടം. നിങ്ങൾക്ക് 42-ാമത്തെ നിലയിൽ ചെല്ലണം. സ്റ്റെയർ കേസ് കയറി അറ്റാക്ക് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ലിഫ്റ്റിൽ കയറി നിൽക്കുക. 42 എന്നിങ്ങനെ ഞെക്കുക, അനങ്ങാതിരിക്കുക. അത് കൊണ്ടുപോയിക്കോളൂ. അവൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരുന്നാൽ മതി.
എത്തിക്കേണ്ട സ്ഥലത്ത് തമ്പുരാൻ എത്തിച്ചോളും. സ്തോത്രം. അപ്പം 2 പോയിന്റുകൾ പറഞ്ഞു വിട്ടു, വിശദീകരിച്ചിട്ടില്ല. ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാൻ 1 അവന് ഹൃദയത്തിൽ പ്രമാണമുള്ളവനായിരുന്നു. 2 അവൻ സകലത്തിലും വിശ്വസ്തനായിരുന്നു. 3-ാമത്തെ പോയിൻ്റാണ് വിശകലനം ചെയ്യുന്നത്. അവൻ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരാളായിരുന്നു. ഇതൊരു ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ഞാൻ ആ പോയിൻ്റാണ് വിശദീകരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നല്ല, പ്രാർത്ഥനാ ജീവിതമുള്ള ഒരാളായിരുന്നു. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനാ ജീവിതമുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പറയാൻ വന്നു. ഇനി 6:10 നോക്കിയിരി. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ 6 സവിശേഷതകൾ ഞാൻ പറയാൻ പോവുകയാണ്. അതിനകത്തുണ്ടോ എന്ന് നോക്കണം. 1, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. അവിടെ ഉണ്ടോ? എൻ്റെ നെറ്റിയിലുണ്ടോയെന്നല്ല, വേദവസനത്തുണ്ടോയെന്നാണ്. ഉണ്ടോ? കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. അതവിടെ ഉണ്ടോ? കൂമൻ മൂളുന്ന പോലെ ഒന്ന് മൂളെങ്കിലും ചെയ്യൽ. മുൻപേ ചെയ്തു വന്നതുപോലെയുള്ള പ്രാർത്ഥന ഉണ്ടോ? ഉണ്ട്. ദിവസം 3 നേരമുള്ള പ്രാർത്ഥന ഉണ്ടോ? ഉണ്ട്. മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന ഉണ്ടോ? ആഹാ. സ്തോത്രം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന ഉണ്ടോ? ഇപ്പം എത്ര പോയിൻ്റായി? ഇപ്പം എത്ര പോയിൻ്റായി? 6. ഇനി ഒന്നുകൂടെ പറ, എന്നിട്ട് വേണം തുടങ്ങാൻ. ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ എത്ര പ്രത്യേകതകൾ? 6 സവിശേഷതകൾ. 1, ഇനി നിങ്ങൾ പറ, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. 2, ബൈബിളിലേക്ക് നോക്കി പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി നോക്കാതെ വെച്ചാൽ മതി. ഇപ്പം നോക്കാൻ സമയമുണ്ട്. ഇനി എൻ്റെ മുഖത്തോട് നോക്കേണ്ടി വരും. കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. 3, ഓരോ വാക്കെടുത്ത് ചിന്തിച്ചു വെക്ക്. മുൻപേ ചെയ്തു വന്നുള്ള പ്രാർത്ഥന. 4, ദിവസം 3 നേരം. അതൊക്കെ ഉണ്ടോ ജീവിതത്തിൽ? ഉണ്ടോന്നോ? അതേ ഉള്ളൂ. ദിവസം എത്ര നേരം? അതൊക്കെ ഉണ്ട്. അതെന്നാന്നൊക്കെ ഞാൻ പറഞ്ഞോളാം. അടുത്തത് 5, മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന. 6, സ്വോത്രം പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അതാ ഈ പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെ പ്രാർത്ഥിക്കണം. 1-ാമത്തിലേക്ക് വരാം. മക്കളെ, 1-ാമത്തെ പ്രാർത്ഥന എന്താ? വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. അത്ര മനോഹരം. ഒരു മനുഷ്യൻ്റെ ആത്മീയത എവിടെയാണ് വെളിപ്പെടേണ്ടത്? എവിടെയാണ് വെളിപ്പെടുന്നത്? ചോദ്യം ഒന്നുകൂടെ. ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ ആത്മീയത എവിടെയാണ് വെളിപ്പെടുന്നത്? എവിടെയാണ് വെളിപ്പെടേണ്ടത്? ഉത്തരം ഞാൻ തന്നെ പറയാം. പൊതുസദസ്സിൽ ചോദ്യം ഉത്തരം പറയണമല്ലോ. ഉത്തരം, ഒരു വിശ്വാസിയുടെ ആത്മീയത വെളിപ്പെടേണ്ടത് വീട്ടിലാണ്. നിർഭാഗ്യവശാൽ ഇന്ന് വെളിപ്പെടുന്നത് ആലയത്തിനകത്താണ്. സ്തോത്രം. ഒന്നുകൂടെ ക്ലിയർ. ഈ ആലയത്തിന് വരുമ്പോൾ നമുക്കൊരു ആത്മീയത സ്പെഷ്യൽ ഉണ്ടല്ലോ. സ്പെഷ്യൽ ഇല്ലേ? നീങ്ങിപ്പോയി ഇങ്ങനെ ആ പാട്ടെങ്ങനെയല്ലേ പാടും? എൻ്റെ പാല് അങ്ങനെ പാടും. എൻ്റെ കൂട്ടുകാരൻ ഷാജിൻ ബാറക്കടലും സാറിൻ്റെ പാട്ടാണ്. ഞങ്ങളുടെ അധ്യാപകനാണ്. പിള്ളകോളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നല്ല പാട്ട്. ആ ഒരു ബോഡി ലാംഗ്വേജ് എന്തെന്ന്, ഇങ്ങനെ ആടുന്ന, ഇങ്ങനെ നൃത്തം ചവിട്ടുന്ന. നമുക്കൊരു ബന്ധുക്കോസാർക്ക് ഒരു ആട്ടമൊക്കെ ഉണ്ട്. പൊതുവെ ഒരാട്ടം. അപ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ്, ആ ഒരു റിവൈവൽ സ്റ്റൈൽ, ആ ഒരു സ്പിരിച്വൽ മൂവ്മെൻറ്റ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ
അവനവൻ്റെ വീട്ടിലുള്ള എത്ര പേരുണ്ട്? കയ്യൊന്നും പൊക്കരുത്, ഇപ്പം തലയും ചൊറിയരുത്. അതില്ലാതിരിക്കട്ടെ. പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതിരിക്കും. വീട്ടിൽ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ല. അച്ഛൻ രക്ഷിക്കപ്പെട്ടതല്ല, എല്ലാം രക്ഷിക്കപ്പെട്ട അനുകൂലമായ സാഹചര്യമാണെങ്കിൽ അതാ ഞാൻ പറയുന്നത്. അപ്പൊ വീട്ടിൽ അതില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ ഡബിൾ റോളിൽ ആക്ട് ചെയ്യുന്നവരാണ്. ഭക്തിയുടെ വേഷം ധരിക്കും, അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് വീട്ടിൽ നമുക്കതേ റേഞ്ചിൽ ആരാധിക്കാൻ പറ്റാതെന്നറിയാമോ? വീട് ഒറിജിനലാണ്. ചർച്ചിൽ ഏത് ഡ്യൂപ്ലിക്കേറ്റും പാസ്സാവുന്ന സ്ഥലമാണ്. ഈശാനമൂലൻ അടിച്ചുയർന്നു, ഒരു പാട്ടില്ലേ? അതിൻ്റെ അർത്ഥം വല്ല അറിയാമോ? ഈശാനമൂലൻ അർത്ഥം വല്ല അറിയാമോ? ഇല്ല, നമ്മൾ പാടില്ല. എത്ര കൊല്ലമായിട്ട് ആദ്യമായി സഭയിലേക്ക് തരാം അമ്മച്ചി അടുത്ത് നാട് വെച്ചു, മോളെ ഇപ്പം എന്തുവാ പറഞ്ഞ്? ഈശാനമൂലൻ അടിച്ചുയർന്നു എന്ന് പറഞ്ഞാൽ എന്തോ അതൊന്നും അറിയാമല്ല അമ്മച്ചി, ഞാൻ പാടിക്കൊള്ളാം. ഇപ്പുറത്തെ നാട് കുറേ നാളായി പാടമൊക്കെ ചോദിച്ചു, ആർക്കറിയത്തില്ല. അമ്മച്ചിക്കാണ് ഈശാനമൂലൻ വേറെ സ്ഥലത്തൊന്നും കണ്ടിട്ടുമില്ല. പക്ഷേ അമ്മച്ചിയും പാടാൻ തുടങ്ങി. പാസ്റ്റർക്കൊരു സംശയം, ഇന്നലെ വന്ന അമ്മച്ചി അങ്ങനെ ഈശാനമൂലൻ പാടുന്നത്? പക്ഷെ പതുക്കനെ ആരാധന സമയത്ത് പതുക്കനെ ഇറങ്ങി നടന്നതിന് അമ്മച്ചിയുടെ അടുത്ത് വന്ന് നോക്കിയപ്പം അമ്മച്ചി എന്നാ പാടുന്നറിയുമോ? ഏതാണ്ടൊരു കുന്തം അടിച്ചുയർന്നു, അങ്ങനെ പാടുന്നത്. പക്ഷേ പാസ്റ്റർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ ഇത് ഈശാനമൂലമല്ല, ഏതാണ്ടൊരു കുന്തമാണ്. അതായി പറഞ്ഞു, കൂട്ടത്തിലെ പാട്ടും വെള്ളത്തിലെ പൂട്ടും കേട്ടിട്ടുണ്ടോ? ഇത്രയും പേര് നിറഞ്ഞിരിക്കുമ്പം അതിനകത്ത് പാടാനും പ്രാർത്ഥിക്കാനും അന്യാവത പറയാനും എൻ്റെ പൊന്നോ ഇങ്ങനെ ആരാധിക്കാനും ബന്ധനം അഴിഞ്ഞു, അവസാനം ഇന്ധനവും തീർന്നു. ഇവിടെ പിന്നെ വേർത്ത് കുളിക്കുകയല്ല, അല്ല ഒന്നാന്തര AC. ഓ പാസ്റ്റേ, ബിഗ് സല്യൂട്ട്. ഇത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, പാസ്റ്റേ നന്നായിരിക്കുന്നു. ഞങ്ങൾക്ക് എത്ര സഭയുണ്ടെന്നറിയാം, ഇതുപോലത്തെ ഒരു ഹോള് ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കേന്ദ്രത്തിൽ ബൈബിൾ കോളേജിൽ മാത്രമേ ഇപ്പോൾ AC ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ചർച്ച പോലുമില്ല. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അസൂയയില്ലാതെ പറയുന്ന കേട്ടോ. ഇത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഈ കുറേ പേരുടെ മുമ്പിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നേ. വീട്ടിനകത്തിരിക്കുമ്പം അച്ചായൻ അവിടെ ഇരിക്കുന്നു, പിള്ളേരിവിടെ ഇരിക്കുന്നു, അച്ചായൻ നോക്കുമ്പം ഭാര്യ ഇവിടെ ഇരിക്കുന്നു. ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ അന്യഭാഷ പറയാം. ഇവർ മാത്രമുള്ളപ്പോൾ അന്യഭാഷ പറയാമെന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ ആയിരിക്കണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ പറയാം, അവരെ കണ്ടോർത്തിരിക്കും, എന്തുവാ ഇവളീ പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. ഒരു മനുഷ്യന് 3 സ്ഥലങ്ങളാണ് 100% സുരക്ഷിതത്വം നൽകുന്ന സ്ഥലങ്ങൾ, ഷെൽട്ടർ. 1 അമ്മയുടെ ഗർഭപാത്രം, 2 പള്ളി, 3 വീട്. അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമുള്ള സ്ഥലം വേറെ ഇല്ല. ഒന്നും അറിയണ്ട, ഒരു പണിക്കും പോകണ്ട. 9 മാസം അല്ലേ, 9 ദിവസം, നാഴിക വിനാഴിക കണ്ടെന്നിരിക്കാം, 285 ദിവസം അവിടെ ഇരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മയുടെ ഗർഭപാത്രം പണ്ടത്തെ പോലെ ഇപ്പം എന്തല്ല, 100% സുരക്ഷിതത്വം അല്ല. എന്താ തെളിവ്? പണ്ട് ഒരു പെൺകുട്ടിക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞാൽ അവളെ കാർന്നമാർ പറഞ്ഞ് അവളെ പഠിപ്പിക്കുന്ന കുറേ പരിശീലനങ്ങളുണ്ട്. 1, കുനിഞ്ഞ മുറ്റം പറഞ്ഞോട് അടിക്കണം, അമ്മിക്കല്ലേ വെച്ച ചമ്മന്തി അരയ്ക്കണം, വെള്ളം കോരണം, പിന്നെ പാത്രം കഴുകണം, നെല്ല് കുത്തണം. ഇങ്ങനെ ബോഡി മൊത്തം എന്ത് ചെയ്യണം? അനങ്ങണം.
ഇന്നെന്ത് പറയും? ഈ പറഞ്ഞതൊന്നും ചെയ്യരുത്. ഇന്ന് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി കിടക്കുന്ന പോലെ 2 കൊല്ലം കിടന്നോളണം. 1 കൊല്ലം കഴിയുമ്പോൾ പേര്, പിന്നെ കീറിയതിൻ്റെ അടുത്ത 1 കൊല്ലം. കാരണം കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞാൽ പണ്ട് പേര് ഇപ്പം കീറാണല്ലോ. അപ്പോൾ പേരിൻ്റെ 1 കൊല്ലം, കീറിയതിൻ്റെ 1 കൊല്ലം. അപ്പോൾ മൊത്തം എത്ര കൊല്ലമായി? 2 കൊല്ലം. എൻ്റെ ഭാര്യയൊക്കെ കൊയ്യാൻ പോയി, അവിടെ വെച്ച് പ്രസവം വന്നു, ആശുപത്രി പോയി പ്രസവിച്ചു. ഞാൻ ഇന്നാളും ചോദിച്ചു, ഇടി നീ ഒരു സഭായോഗം മുടക്കോ? ഇല്ല. എൻ്റെ ചൊവ്വാഴ്ച കണ്ട് പ്രസവിച്ചു, ഞായറാഴ്ച ആയപ്പോഴേക്കും കൊച്ചിനെ കൊണ്ട് ആരാനിക്ക് വന്നിരുന്നേ. ആരോട് പറയാനാ ഇതൊക്കെ? ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാൽ അവർ നമ്മളെ വെടിവെച്ച് കൊല്ലും. ഒറ്റ ആരാന മുടക്കിയിട്ടില്ലെന്നേ പണ്ടത്തെ അമ്മച്ചിമാർ. സ്തോത്രം. എൻ്റെ പൊന്നു, ഇന്ന് എന്ത് സുഖമാണ്. ഒന്ന് വിശേഷമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അനങ്ങുകയില്ല. പിന്നെ പ്രസവം കഴിഞ്ഞാൽ 6 കൊല്ലത്തേക്ക് അനങ്ങുകയില്ല. 6 മാസം കൊച്ചിനെ കൊണ്ട് വന്നാൽ അതും കോളാം. ഇപ്പം ഇത്രയും വലിയ പള്ളിയൊക്കെ ആണെങ്കിൽ എന്നാൽ കൊച്ചുങ്ങളുള്ളവരാണ് സൂപ്പർ ബമ്പർ ലോട്ടോ അടിച്ചവർ. ഇവിടെ വന്നങ്ങനെ അനങ്ങാതിരിക്കും. ഇപ്പോൾ കൊച്ചിന് ഇപ്പോൾ പുറത്തോട്ടൊന്ന് പോകണം, അപ്പോൾ കൊച്ചിനെ ഒരു പിച്ച് പിച്ചു, അപ്പോൾ കൊച്ചൊറ്റ കരച്ചിൽ. അതിനെടുത്തുകൊണ്ട് വെളിയിലോട്ട് പോകും. ഓറഞ്ചിൻ്റെ തൊണ്ട് പൊളിച്ച് അതിന് കൊടുത്തു, അതിന് വേണ്ട തള്ള തിന്നു. ആരോ റോട്ടിന് ബിസ്ക്കറ്റ് പൊട്ടിച്ചു, കൊച്ചിന് കൊടുത്തു, കൊച്ചിന് വേണ്ട അതും തിന്നു. ചില സഹോദരിമാർ ഈ കൊച്ചിനെ കൊണ്ട് വരുന്നത് തന്നെ വലിയ ബിഗ് ഷോപ്പറിൻ്റെ സഞ്ചിയും കൊണ്ടാണ്. ആരോ റോട്ട് 1 ലിറ്റർ പാല്, ഹോർലിക്സ്, മുന്തിരി, ആപ്പിൾ എല്ലാം. നമ്മൾ വിചാരിച്ചു കൊച്ചിന് കൊടുക്കാനായിരിക്കും. അല്ല. 6 മാസം മുമ്പ് പ്രസവിച്ചപ്പോൾ കൊച്ച് 1,900. പ്രസവിച്ച സഹോദരി 64 കിലോ. 6 മാസം കഴിഞ്ഞപ്പോൾ കൊച്ച് 2 കിലോ, 100 ഗ്രാം കൂടിയിട്ടുണ്ട്. ഈ സഹോദരി ഇപ്പം 79 കിലോ. അപ്പം ആർക്കായിരുന്നു ഇതൊക്കെ തീറ്റ? ഇനി പെന്തക്കോസുകാരുടെ സഭാഹാളിൽ എന്നാ തീറ്റയെന്നറിയും പാസ്. ഞാൻ 25 കൊല്ലം പാസ്സായിരുന്നു. സഭാഹാ യോഗം കഴിയുമ്പം കൂടുകളുടെ കളിയാണ്. ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു കൂടിങ്ങനെ പകുതി മാത്രമേ ബിസ്ക്കറ്റ് എടുത്തിട്ടുള്ളൂ എന്നൊരു തോന്നൽ. കാരണം ബാക്കി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഒരു ആർത്തിയോടെ ഞാൻ ചെന്ന്, ഞാൻ വിചാരിച്ചല്ലോ പാസ്റ്റർക്ക് കുറച്ച് ഇട്ടേച്ച് പോയതായിരിക്കും. ഈ കൊയ്ത്ത് കഴിയുമ്പം കാലാ പെറുക്കാൻ വരുന്നവർക്ക് ഇട്ടേച്ച് പോകണമെന്ന് ബൈബിളിലുണ്ടല്ലോ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഒരെണ്ണമില്ല. എടുത്ത് കഴിച്ചപ്പം ഊതി വീർപ്പിച്ചിട്ടേച്ച് പോയേക്കുക. ഈ പട്ടത്വ സഭകളിലെ ഒരു പള്ളിക്കകത്തും പിള്ളേർക്ക് ബിസ്ക്കറ്റ് കൊടുക്കുകയില്ല. കൊടുക്കുക പാസ്റ്റർ? നമ്മുടെ പള്ളി കൊടുക്കും. സ്തോത്രം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഇവിടെയെങ്കിലും ചെയ്യാതിരിക്കട്ടെ. കാലാപറക്കാൻ പുറകെ ആളുകൾ വരുന്നുണ്ടെന്ന് ഈ തിന്നുന്നവരോർത്തോളണം. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, അമ്മയുടെ ഗർഭപാത്രം പണ്ടത്തെ പോലെ ഇപ്പം എന്തല്ല, സുരക്ഷയൊന്നുമില്ല. മദ്യപനായ അപ്പനാണെങ്കിൽ മർദ്ദനം എപ്പോൾ വരുമെന്നറിയാൻ പറ്റുമോ? കൊച്ചിന് ക്ഷതമേക്കില്ലേ? ഒരു കുഴപ്പമില്ലെങ്കിൽ പോലും എൻഡോസൾഫാൻ പോലെയുള്ള, ഹിരോഷിമ, നാഗസാക്കി പോലെയുള്ള പ്രദേശമാണെങ്കിൽ അംഗവൈകല്യം ഉറപ്പാണ്. ഒരു കേടും കൂടാതെ കിട്ടിയ കൊച്ചാണെങ്കിലും ആണ്ടെ പിറവങ്കാരി പെണ്ണുപിള്ള ഭർത്താവ് തിരിഞ്ഞു നോക്കിയില്ലെന്നും പറഞ്ഞ് ആ കൊച്ചിനെ പാറക്കുഴിയിലേക്ക് എറിഞ്ഞു. എറിഞ്ഞപ്പോൾ പൊങ്ങി വരാതിരിക്കാൻ ഒരു കല്ലും കൂടെ കെട്ടിവെച്ചു. അമ്മയോ അമ്മയുടെ ഗർഭപാത്രമോ പണ്ടത്തെ പോലെ ഇപ്പോൾ നമുക്കെന്തല്ല, 100% സുരക്ഷിതത്വം അവകാശപ്പെടാൻ കഴിയില്ല. 2, പള്ളികൾ. എല്ലാ തരത്തിലുള്ള പള്ളികളും അമ്പലങ്ങളും ആലയങ്ങളും എല്ലാം ബഹളമയമാണിപ്പം. ആരാധനകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിലുള്ള കമ്മിറ്റികളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്.
സഭ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം, അതാണ്. പക്ഷെ കുറച്ചും കൂടെ പുരോഗമിച്ച് പഠിക്കണം. ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുത്തേണ്ടതിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാ സഭ. കാരണം സഭ എന്ന പേരുള്ള ഒത്തിരി സംഭവങ്ങൾ ലോകത്തിലുണ്ടെന്നേ. വിശ്വകർമ്മ സഭ, കേരള പുലയർ മഹാസഭ, സാംബവ സഭ, ചേരമർ സഭ, കണ്ടിട്ടില്ലേ? കത്തോലിക്ക സഭ, മർത്തോമ സഭ, CSI സഭ, ഇവാഞ്ചലിക്കൽ സഭ, കേട്ടിട്ടില്ലേ? രാജ്യ സഭ, നിയമ സഭ, ലോക സഭ, കേട്ടിട്ടില്ലേ? അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? എന്നാ വ്യത്യാസം? അവിടെ മുണ്ട് പറിച്ചടിക്കുന്നു, ഇവിടെ പാൻറ്റ് പറിച്ചടിക്കുന്നു. എന്തായാലും സംഗതി ഉടുത്തിരിക്കുന്ന ആളോ പറിച്ചടിക്കുന്നേ. അപ്പം ഈ സഭയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതിനകത്ത് വന്ന തമ്മിത്തല്ലുണ്ടാക്കുന്നേ. ആ സഭ പോലത്തെ ഒരു സാധനമല്ലെന്നേ ഇത്. ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പിൽ വരുത്തേണ്ടതിന് നിന്നെ വിളിച്ചു വേർതിരിച്ച് സഭയിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ ബോധമുണ്ടായാൽ തമ്മിത്തല്ല് പോകത്തില്ല. അപ്പോൾ ഭയങ്കര ബഹളമയമാണ് പലയിടത്തും. ഞാൻ അധികം അതിലേക്കൊന്നും നിൽക്കുന്നില്ല. ഇത് മാത്രം പറഞ്ഞു നിർത്തണം. അപ്പോൾ പള്ളികൾ ഇന്ന് 100% സുരക്ഷിതത്വം നൽകുന്നതല്ല. അല്ലേ? പള്ളിയിൽ നിന്നൊക്കെ ആ പിള്ളേർ വരാതിരിക്കുന്നേ. ഇങ്ങനെ പ്രശ്നങ്ങളാണ് പലയിടത്തും. അമ്മയുടെ ഗർഭപാത്രം 100% സുരക്ഷ നൽകുന്നില്ല. മൂന്നാമതെന്താ പറഞ്ഞ? വീട്. ഓർത്തോളം നിങ്ങൾ. അമ്മയുടെ ഗർഭപാത്രവും പള്ളികളും നമുക്ക് 100% സുരക്ഷിതത്വം നൽകാതിരിക്കുമ്പോൾ 100% ഷെൽട്ടർ എല്ലാ കാലത്തും നൽകുവാൻ കഴിയുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അവനവൻ്റെ വീട്. ഈ പള്ളി പോലും വേണമെങ്കിൽ അടച്ചുപൂട്ടാൻ ദൈവം കൊണ്ടുവരാം. 50 സെൻറ്റ് സ്ഥലം വേണം, കമ്മ്യൂണിറ്റി ഹാൾ വേണം, ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണശാല വേണം, കിച്ചൺ വേണം, മുൻവശം ടാറിങ് റോഡ് വേണം. ഇതൊക്കെ വേണേൽ കൊണ്ടുവരാം. നമ്മളെയൊക്കെ ഒതുക്കാൻ എല്ലാ പരിപാടികളും എല്ലാവരും ചെയ്യും. ഏത് രാജ്യത്ത് എന്ത് നിയമങ്ങൾ ഉപയോഗിച്ചും ഏത് ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടിയാലും അവനവൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട എന്നൊരു നിയമം ഒരു കാലത്തും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആലയത്തിൻ്റെ അഗ്നി അണയാതിരിക്കേണ്ട സ്ഥലം പള്ളിയല്ല, അവനവൻ്റെ വീടാണ്. ഞായറാഴ്ച ദിവസം കോറം തികച്ചിവിടെ വരും. വെള്ളിയാഴ്ച ദിവസം ഒക്കുന്നവരും ഒപ്പിക്കുന്നവരും വരും. പക്ഷെ അവനവൻ്റെ വീട്ടിൽ നിന്ന് ആർക്കും ഒഴിവാകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് യാഗപീഠം കെട്ടി ഉയർത്തേണ്ടതും അഗ്നി അണയാതിരിക്കേണ്ടതും ആലയത്തിനകത്തല്ല, അവനവൻ്റെ വീട്ടിനകത്താണ്. അവനവൻ്റെ വീട്ടിനകത്ത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, വചനം ധ്യാനിക്കുന്നവരും പഠിപ്പിക്കുന്നവരും തമ്മിൽ പ്രബോധിപ്പിക്കുന്നവരുമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾ ഞായറാഴ്ച ഇതിനകത്ത് വരുമ്പോൾ കറണ്ട് പോയാലും കീബോർഡ് പ്ലേ ചെയ്തില്ലെങ്കിലും അകത്ത ഭൂവത്തിന് കനൽ പോലെയുള്ള അഗ്നിജ്വാലകളുള്ളവരിനകത്തുണ്ടെങ്കിൽ അത് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അരണി കടഞ്ഞക്തി പുറത്തു വരുന്ന പോലെ ഒരു താളവേളകൾ അകമ്പടി ഇല്ലാതെയും ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്ന ഒരു ആത്മീകത എന്ന് പറയുന്ന അവനവന്റെ വീട്ടിൽ വെച്ച് ഫോൺ ചെയ്യേണ്ടതാണെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. 2.5 കൊല്ലം ആലയങ്ങൾ അടച്ചിട്ടു കൊറോണ. അത് കഴിഞ്ഞ് പിന്നെ 33% ആളുകൾ പള്ളി കയറിയിട്ടില്ല. അവർ പറയുന്ന ഇപ്പം പള്ളിക്കകത്താ കൊറോണയെന്നാ. അതൊക്കെ കഴിഞ്ഞു. തിങ്കൾ മുതൽ ശനി വരെ ഇറച്ചിക്കടയിലും കൊറോണയില്ല, മാർക്കറ്റിലില്ല, ബാങ്കിൽ കൊറോണ വന്നിട്ടേ ഇല്ല.
ബാങ്കിൽ, അവിടെ എല്ലാ കാലത്തും. ഇപ്പം എവിടാ കൊറോണ മൊത്തം? ആ കാലത്ത് ചർച്ചിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ തേനീച്ച കൂട്ടുകൂടി ഇതുപോലെ ഇരിക്കുകയാണ്. സ്തോത്രം. അവനവൻ്റെ വീടാണ് മക്കളെ ആത്മീയതന് ഏറ്റവും നല്ലത്. രേഖ എഴുതിയെന്ന് കണ്ടപ്പോൾ അവൻ വീട്ടിൽ പോകുവാൻ കാരണമെന്ത്? ഇതുകൊണ്ട് പള്ളിയിലേക്ക് പോയില്ല. രേഖ എഴുതിയ രാജാവിരിക്കുന്ന സ്ഥലം അരമനയാ. രാജാവ് ഒരു കാര്യം എഴുതി മുദ്രമോതിരം വെച്ചാൽ അതഴിക്കണമെങ്കിൽ രാജാതിരാജാവിനെ പറ്റുള്ളൂ. രാജാവ് അരമനയ്ക്കകത്തുണ്ടെങ്കിൽ രാജാതിരാജാവ് എൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ മുറിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് അവൻ നേരെ വീട്ടിലേക്ക് പോയത്. ഒരു മെമ്പറിൻ്റെ അടുത്ത് പോലും അവൻ പോയിട്ടില്ലെന്ന്. ഒരു വീട് പണിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കാൻ കുറച്ച് സ്ഥലവും കൂടെ പണിതേക്കണം. ഒരു പ്രാർത്ഥനാ മുറിയും കൂടെ പണിതേക്കണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ പെന്തക്കോസ്തരായ നമ്മളൊക്കെ വീടുകളിലെ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മളെല്ലാം വളർന്നു വന്നത്. എൻ്റെ അപ്പൻ്റെ പെങ്ങളാണ് ആദ്യം IPCയിൽ വിശ്വാസത്തിൽ വന്നത്. ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ മുറ്റം ചാണകം കൊണ്ട് മെഴുകുമ്പോൾ അടുത്തുള്ളൊരു ചോദിക്കും, അന്നമ്മ ചേച്ചി വ്യാഴാഴ്ച കുടുംബയോഗം ഉണ്ടല്ലേ? വീട്ടിനകത്തിരിക്കാൻ സ്ഥലമില്ല. ഞങ്ങളുടെയൊക്കെ വീട് അങ്ങനത്തെ വീടായിരുന്നു. ഒറ്റ മുറി ഒരു അടുക്കള ഉള്ളന്നേ പണ്ടൊക്കെ. അന്നും കുടുംബയോഗങ്ങൾ ലേലം ചെയ്തിട്ടില്ല. രസമാർന്ന കുടുംബയോഗങ്ങൾ. ഈ വീട്ടിനകത്തോട്ട് വരുമ്പം ഇരിക്കാൻ സ്ഥലമില്ല. കൊരണ്ടിപ്പലക, കട്ടില്, ബെഞ്ച്, സ്റ്റൂള്, കസേര, ഉരല്, ഇതെല്ലാം ഇടുന്നത് വെളിയിലിടും. എല്ലാം കാലൊടിഞ്ഞതും കൈയൊടിഞ്ഞതൊക്കെയാണ്. അതിനകത്താണ് ആരിയ്ക്കുന്നത്? സഹോദരന്മാരിയ്ക്കുന്നത്. ഇപ്പം സഹോദരിമാരെവിടാ? വീടിനകത്ത് ഒരു മുറിയേ ഉള്ളൂ. പണ്ടൊരമ്മച്ചി അന്നൊക്കെ ഈ കലം മക്കൾക്ക് തേച്ച് കഴുകാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതോടെ തേച്ചോടി എന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ എടുത്തിടുമ്പോൾ ചിളങ്ങിപ്പോയി. മിക്കവാറും കലം 800 അപകടത്തിൽപ്പെട്ടതുപോലെ ആയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ പുറത്തോട്ടിടുന്നൊരു നാണക്കേടായതുകൊണ്ട് ഒരമ്മച്ചി ഒരു വലിയ കലം, അതിൻ്റെ മേളിലൊരു ചെറിയ കലം, അതിന് മേളിൽ വേറൊരു ചെറിയ കലം, അതിൻ്റെ മേളിൽ വേറൊരു ചെറിയ കലം, പിന്നെ മൊന്ത കിട്ടി. അത് കാമഴ്ത്തി വെച്ചു. ഇതിങ്ങനെ ചളുക്കവും മൊന്തയും കാണാതിരിക്കാൻ ഒരു വെളുത്ത തുണി ഇട്ടിങ്ങനെ വെച്ചേർന്നു. സഹോദരിമാരെങ്ങനെ വന്നിരിക്കുന്നു, അവരുടെ തലയിലും വെള്ളത്തുണി, സ്കാർഫ് കണ്ട ഒരുപോലെ ഇരിക്കും. അന്ന് പ്രസംഗിക്കാൻ വന്നൊരു പ്രവാചകനും അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിൽ, ഞങ്ങൾക്കൊക്കെ സ്റ്റേജിലെ ശുശ്രൂഷയേ ഉള്ളൂ, അവർക്ക് ഇത് കഴിഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. സ്റ്റേജിലെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കളത്തിലേക്ക് ഇറങ്ങി. ഓരോ തലയിലിങ്ങനെ കൈവച്ച് ഒടുവിൽ ഈ മൊന്തയുടെ തലയിലോട്ടും കൈവച്ചു. പഴയ കഥയാണ്. പ്രാർത്ഥിച്ചിടയ്ക്ക് കണ്ണൂർ നോക്കിയപ്പോൾ താഴെ വലിയ കലമിരിക്കുന്നു. 6-ാം മാസം ഇത് ആൺകുട്ടിയായിരിക്കും എന്ന് പറഞ്ഞു വെച്ചാൽ പ്രവചനം നിർത്തിയെന്നാ പണ്ട് കേട്ടിട്ടുള്ളൂ. പ്രവാചകന്മാരെ അടച്ചാക്ഷേപിച്ചതല്ല, അന്ന് നടന്നൊരു തമാശ പറഞ്ഞാണ്. പ്രവചനമൊക്കെ ഉണ്ട്, ഒറിജിനലുണ്ട്. അപ്പൊ യോഗം നടത്താനായിട്ട് സ്ഥലമില്ലാതിരുന്ന ഒരു നാണം കെട്ട കാലഘട്ടത്തിൽ പോലും കുടുംബയോഗം ലേലം ചെയ്തിട്ടില്ല. എന്താ കാര്യം? ഉപദേശിമാരെ വീട്ടിൽ വരണം, സഭക്കാരെ വീട്ടിനകത്ത് വന്നിരുന്ന് യേശു എത്ര നല്ലവൻ പാട്ടുപാടണം, അത് ചുറ്റുമുള്ളവർ കേൾക്കണം. ഇവൻ പെന്തക്കോസുകാരൻ, നാട്ടുകാർ അറിയണം, അല്ലെങ്കിൽ അറിയിക്കണം. ഈ സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ കുടുംബയോഗം ലേലം ചെയ്യുക. അടുത്ത ബുധനാഴ്ച കുടുംബയോഗം മത്തായി ചേട്ടൻ
വേണ്ടാന്നായി നക്ഷത്രമൊന്നുമല്ല. എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് അവറാശ് ചേട്ടൻ ഞാനവിടെ ഉണ്ടാവില്ല പാസ്റ്റേ. അന്നമ്മച്ചെടുത്തി അനിയത്തിൻ്റെ വീട്ടിൽ പോവുക. പിന്നെ അടുത്ത് വരുന്നയാൾ സൗകര്യമില്ല, വീട്ടിൽ സ്ഥലം കുറവാണ്. എന്നാൽ പിന്നെ സഭാഹോളിൽ എന്ത് വെക്കാം, കുടുംബയോഗം, അങ്ങനെ ചില പരിപാടികളുണ്ട്. ചില പാസ്റ്റർമാർക്ക് ഈ സഭാ ഹാളിൽ കുടുംബയോഗം വെക്കുന്നത് വലിയ ഇഷ്ടമാണ്. കാരണം ബാക്കി വരുന്ന പപ്സ് എല്ലാം പാസ്റ്റർ കൊടുത്തേച്ചു പോകും. പാസ്റ്റർ അതെല്ലാം കൂടെ ഫ്രിഡ്ജിലോട്ട് തള്ളി കയറ്റി വെച്ചിരിക്കുക. വീട്ടിൽ എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവന്. എന്തിനു പുറത്ത് നിൽക്കുന്നു? വീട്ടിൽ ദൈവദാസന്മാർ വരണം, ദൈവമക്കൾ വരണം. അടുക്കളയിലും അടുപ്പും കല്ലിലൊക്കെ ഇരുന്ന് സ്ഥലമില്ലാതെ ഇങ്ങനെ ഇരുന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കണമെന്നേ. അങ്ങനെ ആരാധിച്ചതിൻ്റെ അനുഗ്രഹ മക്കളെ ഇന്ന് ആർക്കെങ്കിലും വല്ല 2 നില വീട് ഉണ്ടെങ്കിൽ സമ്മതിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? സ്തോത്രം. തീർത്ത് പറഞ്ഞോട്ടെ. അതുകൊണ്ട് എപ്പോഴൊക്കെയാണ് നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനകൾ ഉയരുന്നത്? സന്ധ്യാപ്രാർത്ഥന ഏതാണ്ടൊക്കെ ഒപ്പിച്ചുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ടൊക്കെ ഒപ്പി, എല്ലായിടത്തൊന്നുമില്ല. ഒന്നാമതിപ്പോൾ ഈ 2 നില വീടാണ്. ഒരു നിലയിലും അല്ലാത്തവർക്കല്ല ഇപ്പോൾ 2 നില വീടാണ്. ചിലപ്പോഴൊക്കെ ഒരു ചോദ്യം, പ്രാർത്ഥിച്ചോടാ 2ാമത്തെ നിലയിലോട്ട്. അന്നേരം അവന് വാലൂന്ന് വെച്ച് ഉവാ, ആ മതി മതി, അതാ പ്രാർത്ഥന. ഞാൻ പറയുന്നത്, ഇത്രയും നല്ല വീടൊക്കെ തന്ന ദൈവത്തെ അപ്പനും അമ്മയും പിള്ളേരും കൂടെ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അവിടെ തുടങ്ങണം. പണ്ടൊക്കെ ഞങ്ങൾ ഒരു കൗമ ചൊല്ലാതെ ഞങ്ങൾക്ക് അത്താഴം പോലും തരത്തില്ലായിരുന്നേ. എൻ്റെ വീട്ടിൽ ഇപ്പോഴും സിസ്റ്റം അതാ, 7 മണിക്കാണ് പ്രാർത്ഥന. മരുമക്കൾ വന്നാലും മക്കൾ വന്നാലും 7 മണിക്ക് 6:45 പിന്നെ പുറത്ത് പോകാൻ നോക്കുകയില്ല. 7 മണിക്ക് പ്രയറാണ്. മോർണിംഗ് പ്രയർ ഉണ്ടോ എന്ന് ആർക്കറിയാം? ഉണ്ടോ? ഉണ്ടോ? ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, നാളെ നേരം വെളുത്തുന്ന മോർണിംഗ് പ്രയർ നടത്തേക്കാന്ന്. ഞാൻ ചെന്ന് കിടക്കുകയല്ലേ, ചെന്നിരുന്ന് പാടിനോട് പറയാം, പാർശ്വ പാട്ട് പാട്. അവരിരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ മോർണിംഗ് പ്രയർ ഒന്ന് സാധനം. ഞാനവിടെ നിന്ന് സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ. ഉടനെ പുള്ളി ഇങ്ങനെ പുസ്തകത്തിൻ്റെ തുപ്പലം തൊട്ട്, അങ്ങനെ ചിലക്ക് അതിന് കുഴപ്പമുണ്ട്. പാട്ട് തുടങ്ങുമ്പം മുതൽ തുപ്പലം തേക്കലാണ് പണി. തേച്ച് 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 ഒരു 150 ഗ്രാം തുപ്പലം തേച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ പാട്ട് ഇതിനകത്തില്ല. ഉടനെ അടുത്ത പുസ്തകത്തിൽ തേക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്തിരുന്ന കൊച്ചൻ എൻ്റെ കാലിൽ തോണ്ടിയിട്ട് പറഞ്ഞു, അങ്കിൾ അങ്കിൾ ഇത് പുതിയ പാട്ടാണോ എന്ന്. ഏത്? സൗന്ദര്യത്തിൻ ഇതേത് പാട്ടാണോ എന്ന്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഇന്ന് വരെ ആ പാട്ടവിടെ പിള്ള വായിൽ കള്ളമുണ്ടോ? നിങ്ങളുടെ പിള്ളേർക്കറിയാമോ ഈ പാട്ട്? അതിരാവിലെ തിരുസന്നിധി, മന്നമേ പക്ഷിഗണങ്ങൾ, ഉഷക്കാലം നാം എഴുന്നേൽക്കുക, സൗന്ദര്യം അറിയാമോ? പിള്ളേരെ പോട്ടെ, നിങ്ങൾക്കറിയാമോ ഈ പാട്ട്? ആരെയാണ് നമ്മൾ കുറ്റം പറയുന്നത്? അപ്പം വീടുകളിൽ പ്രാർത്ഥന ആരംഭിക്കണം. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ 5-ാം ദിവസത്തെ ലളിതമായ ശാന്തമായൊരു സന്ദേശം, കർത്താവേ എന്നെ വീട്ടിൽ ഒരാത്മീകനാക്കി മാറ്റണമേ. പള്ളിക്കകത്ത് ഞാൻ തികഞ്ഞൊരാത്മീകനാണ്. പള്ളിയിലോട്ട് വരുമ്പം സ്തോത്രം പറയാനും പാട്ട് പാടാനും പ്രസംഗിക്കാനും വർഷിപ്പിൽ പ്രസംഗത്തിൽ ഒക്കെ എൻ്റെ ബോഡി ലാംഗ്വേജ് സ്പിരിച്വൽ മൂവ്മെൻ്റ് എല്ലാം ക്ലിയറാണ്. എന്നെ വീട്ടിൽ അങ്ങനെ ഒന്ന് ആക്കി തീർക്കണേ കർത്താവേ. ആര് പറയും? ആര് പ്രാർത്ഥിക്കും? ആര് സ്റ്റെപ്പ് എടുക്കും? വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. എൻ്റെ വീടൊരു യാഗപീഠമാക്കി മാറ്റണമേ എന്നാഗ്രഹിക്കുന്നവർ ആ കരമൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. എൻ്റെ വീട്ടിൽ എന്നെ ഒരു പുരോഹിതനെ പോലെ ആക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരും ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നമ്മൾ പിള്ളേരോട് പറയുകയാണ്, പള്ളിയിലോട്ട് വാടാ പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. എൻ്റെ മറുചോദ്യം ചോദിക്കുകയാണ് ഞാൻ, നിങ്ങൾ ഒറ്റയ്ക്ക്
ഒറ്റയ്ക്കൊരു പാട്ടുപുസ്തകവും വേദപുസ്തകവും നിങ്ങളുമായി ഒരു ദിവസത്തിൽ വീട്ടിൽ അരമണിക്കൂറെങ്കിലും ഇരിക്കുന്ന നിങ്ങളുടെ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? സഹോദരിമാരോടും സഹോദരന്മാരോടും ഒക്കെ ചോദിക്കുകയാണ്, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിക്കകത്ത് പാട്ടുപുസ്തകം, വേദപുസ്തകം, ഞാനും എൻ്റെ ദൈവവും, അങ്ങനെ 1 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നിങ്ങളുടെ പിള്ളേരെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ പിള്ളേരോട് പ്രാർത്ഥിക്കടാ, ആരാധിക്കവാടാ എന്ന് പറയാൻ എന്താ നമുക്ക് അവകാശം? സ്തോത്രം. ഒരെണ്ണം മിണ്ടുന്നില്ല കണ്ടോ. നാളൊരു സഭയിൽ ചെന്നപ്പം വെള്ളിയാഴ്ച പ്രാർത്ഥന, എന്നോട് പറഞ്ഞു വെള്ളിയാഴ്ച ആൾ കുറവായിരിക്കും മാസം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അവിടെ തരുതരാന്ന് വണ്ടി വരുന്നു, സ്കൂട്ടർ വരുന്നു, പിന്നെ ഓട്ടോറിക്ഷ വരുന്നു, കാറ് വരുന്നു, എല്ലാ വണ്ടിയൊന്നും ഓരോന്ന് ഇറങ്ങുന്നുള്ളന്നേ. സ്കൂട്ടറിൽ ഒരു അച്ഛൻ ആൻറ്റി വരുന്നു, ആൻറ്റി ഇറങ്ങുന്നു, അച്ഛൻ തിരിച്ചു പോകുന്നു. അപ്പം നടന്നു വരുന്ന ആൻറ്റിയോടും ചോദിച്ചു, അതാരാ? അച്ചായനാ. എവിടെ പോവാ? ഉറങ്ങാൻ പോവാന്ന്. അച്ചായന്മാരുടെ വിചാരം വെള്ളിയാഴ്ച ദിവസം ആറ് കൊള്ളാന്നാ, ആർക്കും വേണ്ടാത്ത 4 പെണ്ണുങ്ങൾ കൊള്ളാന്നാ അവരുടെ വിചാരം. സാറാ ചിരിച്ചപ്പം ചോദിച്ചു, സാറാ ചിരിച്ചതെന്ത്? സാറായോടല്ല, അബ്രഹാമിനോട്. മനസ്സിലായോ? സാരിയും സവാളയും മേടിച്ചു കൊടുത്താൽ വീടിൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന് ചിന്തിക്കുന്ന സഹോദരന്മാർക്കുള്ളതാ ദൂത്. കുടുംബത്തിൻ്റെ ആത്മീയ നിലവാരം താണാൽ അതിനുത്തരവും നിങ്ങൾ തന്നെ പറയേണ്ടി വരും. ഒന്നാമത്തെ ഭാഗം ഞാൻ വിടുന്നു, കുറച്ചും കൂടി ആഴമുള്ള ഭാഗത്തേക്ക് വരും. ഇതൊക്കെ ആഴമുള്ളതാണ്. എന്താണ് ഒന്നാമത്തെ പ്രാർത്ഥന? എന്നെ വീട്ടിൽ ഒരാത്മീകനാക്കി മാറ്റണമേ. ഒന്ന് കരമുയർത്തി സ്വത്രം പറഞ്ഞു. ഞാനങ്ങോട്ട് ഇറങ്ങി വരത്തില്ല, തലയിലൊന്നും കൈയൊന്നും വെക്കത്തില്ല. ചിലക്ക് പിന്നെ അങ്ങനെ ചെയ്താലേ ഒരു സമാധാനം ഉള്ളൂ. അതിന് പുറകെ ആൾ വരും, എനിക്കിതേ ഉള്ളൂ. പിന്നെ അന്നേരെ നിങ്ങൾ തൃപ്തിപ്പെടുള്ളൂ എന്നും പറഞ്ഞിരിക്കുകയൊന്നും ചെയ്യരുത്, ഇതിനകത്തൂടെയും പിടിച്ചോളണം. ദൈവം ആദ്യം ചെയ്യുന്ന വചനത്തിലൂടെ അങ്ങ് പറയുക എന്നുള്ളതാണ്. അപ്പം അങ്ങ് ഏറ്റെടുത്തോളണം. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് അപകടമില്ല, നാണക്കേടില്ല. കർത്താവ് ഈ വചനം എന്നോടാണല്ലോ ദൈവമെന്ന് പറഞ്ഞ് അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് പോയേച്ചാൽ മതി, ആരും അറിയത്തില്ല. എന്നാ പറഞ്ഞാലിങ്ങനെ മയിൽക്കുറ്റിക്ക് കാറ്റ് പിടിച്ചോലിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ദൈവം വിചാരിക്കും ഇവനെ പിടിക്കാൻ നോക്കിയിട്ട് പിടി തരുന്നില്ലല്ലോ. അപ്പോഴാണ് അടുത്ത ദിവസം പ്രവാചകന് ദൈവം കൊണ്ടുവരുന്നത്. അദ്ദേഹം ആ ആളെ പിടിക്കുന്ന രംഗം കണ്ടോളണം നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് പതുക്കെ അവൾപ്പറ്റിന്ന് താഴോട്ടിറങ്ങി, നിങ്ങളിങ്ങനെ എന്നോട് ഇടപെടണമേ, എന്നോട് ഇടപെടണമേ, എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിലപ്പോൾ ഉറങ്ങിയിരിക്കുകയായിരിക്കും. ആ പോകുന്ന വഴി തലയിലിങ്ങനെ കൈവച്ച് മകന് എന്നൊരു വിളി വിളിക്കുമ്പം ഉറക്കം മാറി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ചാടി അതൊരു അന്യഭാഷ അങ്ങനെ പറയും. എന്നിട്ട് പറയും, ഇന്ന് എന്നോടായിരുന്നു ദൂത, ഇന്ന് നിന്നെ മാത്രമേ പിടിച്ചോളൂ എന്ന് പറ. തൊണ്ടി സഹിതം പിടിക്കുന്ന പിടുത്താ കാണുന്നത്. അങ്ങനല്ലേ അച്ഛാ? ഈ 10-200 പേരിരുന്നപ്പം നിന്നെ തൊണ്ടി മുതൽ പിടിക്കുന്ന രംഗമാ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 5-6 ദിവസമായി മര്യാദയ്ക്ക് വചനം പറഞ്ഞിട്ട് നീ വിട്ടുകൊടുക്കാതെ ഒളിച്ചിരിക്കുമ്പോൾ നിന്നെ ഒന്ന് തൊണ്ടി സഹിതം പിടിക്കുന്ന മകനെ, നമ്മളത് വലിയ മാന്യമായിട്ടാണ് നിന്നെ പിടിക്കുന്ന രംഗമായി കാണുന്നത്. മനസ്സിലായോ? വേറെ ആർക്കും ആ നാണക്കേടില്ലല്ലോ. നമ്മൾ പറഞ്ഞു എനിക്ക് മാത്രമേ ദൂതുണ്ട്, നിന്നെ മാത്രമേ പിടിച്ചോളൂ എന്ന് പറ ആദ്യം. സ്തോത്രം. ഇപ്പോഴേ അങ്ങ് ഏറ്റെടുത്തോ, പുറകെ വരും, പുറകെ വരും. ഞാൻ വരികയില്ല, നിങ്ങൾ രക്ഷപ്പെട്ടു. പുറകെ വരും. പുറകെ വരുന്നവനെയും പിടികൊടുത്തില്ലെങ്കിൽ അതിന് പുറകെ ഒരുവൻ വരും. അവന്റെ പേര് വല്ല അറിയാമോ നിങ്ങൾക്ക്? വീശുപുറം കയ്യിലുള്ളവൻ വരും. അവൻ വീശുന്ന നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ അല്ലെന്ന കളത്തിനകത്താണെന്ന് വീശുന്നത്. അവൻ കളത്തിൽ വീശുമ്പോൾ നീ പട്ടുപോകാതിരിക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്ത വിടുതൽ ഏറ്റെടുക്കുന്ന ദൈവ മക്കളെ ഓർത്ത്, സമർപ്പിക്കുന്ന ഭക്തന്മാരെ ഓർത്ത് ഇന്ന് പകൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കിളിവാതിൽ
തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. എന്താണ്? ഒന്ന്, വീട്ടിലേക്ക് ചെന്നുള്ള പ്രാർത്ഥന. രണ്ട്, കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന. എന്തിനെ കിളിവാതിൽ തുറക്കുന്നേ? 1 രാജാക്കന്മാർ 8-ാം അധ്യായം 46-ാമത്തെ വാക്യം മുതൽ വായിച്ച ഒരാള്. 1 രാജാക്കന്മാർ 8:46 മുതൽ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിൻ്റെ ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വച്ച് അവർ ഉണർന്ന് മനം തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നിങ്കലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരഞ്ഞെടുത്ത നഗരത്തിങ്കലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കും. ബാക്കി പറയും. വായിച്ചതൊക്കെ ശരിയാട്ടോ. ശലോമോൻ ഒരു ആലയം പണിതു. ആലയത്തിനകത്ത് മുഴങ്കാൽ മടക്കി കൈകൾ മലർത്തി ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. യഹോവേ, ഞങ്ങളുടെ പിതാക്കന്മാര് നിന്നോട് പാപം ചെയ്താൽ, പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ, നീ അവരെ ബദ്ധരായി അടിമകളായി അന്യദേശത്തേക്ക് പിടിച്ചുകൊണ്ടു പോകുവാൻ അനുവദിക്കും. പക്ഷേ എവിടെയാണോ അവർ അടിമകളായി കിടക്കുന്നത് അവിടെ കിടന്നുകൊണ്ട് ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി അവർ പ്രാർത്ഥിച്ചാൽ, കണ്ടീഷനാണ്, അവരെവിടെയാണോ കിടക്കുന്നത് അവിടെ ആ ദേശത്ത് അവർക്ക് മഞ്ഞും മഴയും അയക്കണം. രാജാക്കന്മാരോട് ഇടപെടണം. അവിടെ നിന്ന് അവരെ ഈ സ്വന്തം നാട്ടിലേക്ക് നീ കൊണ്ടുവരണം. ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യഹോവ അത് അംഗീകരിച്ചു. എന്താ കാര്യം? ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആപ്ലിക്കേഷൻ അടിയിൽ ദൈവം സൈൻ ചെയ്തെന്ന്. കൈകൾ മടക്കി എഴുന്നേറ്റു. ശുഭം. പ്രാർത്ഥന അവസാനിച്ചു. ഇനി ആ വാക്യത്തിലേക്ക് വരാം. എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നു? കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിട്ട് കൊണ്ട് പ്രാർത്ഥിച്ചു. അർത്ഥം, കിളിവാതിലങ്ങ് തുറക്കുമ്പം എങ്ങോട്ടേക്കാണ് നോക്കുന്നേ? പറ. യെരുശലേം. ഞങ്ങളിവിടെ യാക്കോബായക്കാരാണ്. ഞങ്ങൾ കിഴക്കോട്ട് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. കിട്ടും. മുസ്ലിം സമുദായക്കാർ മക്കം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളിതൊക്കെ വിടുവിക്കപ്പെട്ട നമ്മൾ പെന്തിക്കോസിൽ വന്നപ്പോൾ നമ്മൾ തക്കം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇക്കായ ഇതുവരെ വിട്ടിട്ടില്ല. കിഴക്ക്, മക്കം, തക്കം. ഇക്ക ഇപ്പോഴും കൂടെ ഉണ്ട്. ഈ തുറന്നിട്ട് യെരുശലേമിലേക്ക് നോക്കുമ്പോൾ എന്നാ പറഞ്ഞെന്നറിയാമോ? ഒരു വാഗ്ദത്തമുണ്ടല്ലോ യഹോവേ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മറുപടി തരാമെന്ന്. ആ വാഗ്ദത്തങ്ങളുടെ നേരെയാണ് ഈ വാതിൽ തുറന്ന് കിടക്കുന്നത്. ഉപവാസത്തിൻ്റെ 5-ാമത്തെ പകൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, കോടിക്കണക്കിന് ആളുകൾ വൈറസ് ബാധിതരായി. നമ്മൾ ചത്തില്ല. ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. നമ്മൾ പോയില്ല. കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ചു. പടക്കം പൊട്ടേണ്ടതുപോലെ നമ്മൾ പൊട്ടിയിട്ടില്ല. എന്താ കാര്യമൊന്നുമല്ല. അറിയാമോ? 2.5 ലക്ഷം കുടുംബങ്ങളിൽ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ലക്ഷോപലക്ഷം മറ്റു കുടുംബങ്ങളിൽ ആദ്യ ജാതന്മാരുടെ കുരൽ അറക്കപ്പെട്ടു. 2 രക്തവും ചേർന്ന് കുതിരയുടെ കടിവാളോളം രക്തപ്പൊടി ഒഴുകിയിട്ടും 2.5 ലക്ഷം കുടുംബങ്ങളിൽ ഒരാൺതരി മരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? പുളിപ്പില്ലാത്ത അപ്പം തിന്നുകൊണ്ടല്ല, കയ്യിൽ വടി പിടിച്ചതുകൊണ്ടല്ല, തിടുക്കത്തോടുകൂടെ തിന്നതുകൊണ്ടുമല്ല, കാലിൽ ചെരുപ്പിട്ടത് കൊണ്ടുമല്ല, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചാകാത്തത് മാസ്ക് ഇട്ടത് കൊണ്ടല്ല. PPE കിറ്റ് വരെ ഇട്ട പിള്ളേർ മരിച്ചിട്ടുണ്ട്. സാനിറ്റൈസർ പുരട്ടിയത് കൊണ്ടല്ല, സാമൂഹിക അകലം പാലിച്ചത് കൊണ്ടുമല്ല.
കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാരൻ്റെ മേലും കുറുമടി മേലും പുരട്ടിയത് കൊണ്ടാണ് ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. അമേരിക്കൻ പടയാളികൾ മറയുവാൻ കണ്ടുപിടിച്ച സങ്കേത നഗരമാണ് ബങ്കറുകൾ. സദ്ദാം ഹുസൈനൊക്കെ കൈയോടെ പിടിച്ചെടുത്ത് പരസ്യമായി രഹസ്യമായി പിടിച്ചെടുത്ത് തിക്രത്തിൻ്റെ അരമനയിൽ നിന്നും രഹസ്യമായി പിടിച്ചെടുത്ത് പരസ്യമായി തൂക്കിക്കൊന്നു. റഷ്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കോക്കസ് പാറകൾ. നമ്മുടെ ഇന്ത്യൻ പടയാളികൾ മറയുന്ന സ്ഥലമാണ് കാർഗിൽ മലനിരകൾ. ലോകത്തിൻ്റെ നമ്പർ 1 പട്ടാളക്കാരാണിതെല്ലാം. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അഭിപ്രായത്തിൽ ഏറ്റവും മികവുറ്റ തികവാർന്ന പട്ടാളം അമേരിക്ക ഇസ്രായേൽ സംയുക്ത സേനയാണ്. അമേരിക്കൻ പട്ടാളക്കാർക്ക് മറയാൻ ബങ്കറുകളുണ്ട്. റഷ്യൻ പടയാളികൾക്ക് മറയാൻ കോക്കസ് പാറകളുണ്ട്. ഇന്ത്യൻ പടയാളികൾക്ക് മറയാൻ കാർഗിൽ മലനിരകളുമുണ്ട്. 2.5 വർഷം ഇവിടെ കോടിക്കണക്കിന് ആളുകൾ വൈറസ് ബാധിതരായ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചപ്പോഴും ഞാനും നിങ്ങളും മറഞ്ഞത് ബങ്കറുകളിലല്ല, കോക്കസ് പാറയുമല്ല, കാർഗിൽ മലനിരകളുമല്ല, അത്യുന്നതന്റെ മറവാണ്. സർവശക്തന്റെ നിഴലാണെന്ന് വിശ്വസിക്കുന്നവർ കരം ഒന്ന് ചേർത്തടിച്ച്, ഞാൻ ഇന്ന് പകൽ ഇവിടെ ദൈവത്തിന് മുൻപാകെ നിൽക്കുന്നത് എൻ്റെ നിഴലിനെ തൊട്ടാൽ എന്നെയാണ് തൊടുന്നതുകൊണ്ട് ദൈവത്തിന് നിഴലിന്റെ കീഴെ അവന്റെ മറവിലാണ് ഞാൻ മറഞ്ഞത്. ഈ ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചുമ്മാതല്ല നിർത്തിയിരിക്കുന്നത്. ചില വാഗ്ദത്തങ്ങൾ നിന്നെ കൊണ്ട് നെയ്യാറ്റിൻകരയിൽ എൻ്റെ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്. പണ്ടേ ചാകേണ്ടതാ. നിന്നെ ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതെ വകഞ്ഞു മാറ്റി തടുത്തു മാറ്റി ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും നിന്നെ കൊണ്ട് ദൈവത്തിന് നെയ്യാറ്റിൻകരയിൽ ചില കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് എന്ന് ബോധ്യമുള്ളവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നോ. വാഗ്ദത്തങ്ങളുടെ നേരെ വാതിലടക്കരുത്. എങ്ങനെയാ വാഗ്ദത്തം തരും ദൈവം? 1, പ്രസംഗങ്ങളിൽ കൂടി. അയ്യോ, ആ പ്രസംഗം ഇന്ന് എന്നോടായിരുന്നു, അതാ. 2, പ്രവാചകന്മാരിൽ കൂടി നിന്നോടുള്ള ദൂത് പറയും. 3, വചനത്തിൽ കൂടി വായിക്കണം. 4, സ്വപ്നങ്ങൾ ദർശനങ്ങൾ അതിൽ കൂടി. ദർശനം ഒറ്റ പ്രാവശ്യം ഉണ്ടായാൽ മതി, സ്വപ്നം ഒന്നിലധികം പ്രാവശ്യം ഉണ്ടാകണം. വാഗ്ദത്തങ്ങൾ ദൈവം തരുന്നത് പ്രസംഗങ്ങളിൽ കൂടി, പ്രവാചകന്മാരിൽ കൂടി, വചനത്തിൽ കൂടി, സ്വപ്നങ്ങൾ ദർശനങ്ങളിൽ കൂടി. ആരും കേൾക്കാത്ത പാതിരാത്രിയിൽ കുറുക്കൻ്റെ ഓരിയിടുന്ന ശബ്ദമോ പട്ടിയുടെ കുരയോ ചീവീടിൻ്റെ ശബ്ദമോ ഒരു പക്ഷിമൃഗാദികളെയും ചിലക്കൽ കേൾക്കാതിരുന്നപ്പോൾ നിന്റെ ചെവിയിൽ ഒരു ഗൂഢസ്വരം പോലെ ദൈവം നമ്പാൻ പറഞ്ഞ പ്രവചനം, നിന്റെ തലയിൽ ആയിരക്കണക്കിന് ആൾ നിൽക്കുന്നപ്പോഴും ദൂതൻ വന്ന് പറഞ്ഞ പോലെ നിന്നോട് പറഞ്ഞ പ്രവചനം, വചനം വായിച്ചപ്പോൾ നിന്റെ ഉള്ളിൽ വെളിപ്പെട്ടു വന്ന ആ പ്രവചനം, ദൂത്, ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ നിന്നോട് ശക്തമായ മിസൈൽ പോലെ ഇടപെട്ട ആ ദൂത് ഇതുവരെ നിവൃത്തിയാകാത്തത് കൊണ്ടാണ് ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നത്. അത് നിവൃത്തിയാകാതെ നിനക്ക് വേണ്ടി ഒരു പെട്ടി ഒരുങ്ങപ്പില്ല, സമയം പാടപ്പില്ല, മരണശിക്ഷ നടക്കപ്പില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ബലത്തിൽ വല്ലഭത്തൊരു വ്യാപാര ശക്തിക്കായി ഇന്ന് പകൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കും. വാതിൽ തുറന്നിടുക. ആസ്ക്, സീക്ക്, നോക്ക്. ഉണ്ടോ? അന്വേഷിപ്പിൻ, യാചിപ്പിൻ, മുട്ടുവിൻ. ആസ്കും സീക്കും നോക്കും. ആദ്യത്തെ അക്ഷരമെടുത്താൽ വീണ്ടും ആസ്ക് എന്ന് കിട്ടും. അർത്ഥം യാചിപ്പിന്നല്ല, യാചിച്ചുകൊണ്ടേയിരിപ്പിനെന്നാണ്. മുട്ടുവിനെന്നല്ല, മുട്ടിക്കൊണ്ടേയിരിപ്പിൻ. അന്വേഷിപ്പിന്നല്ല, അന്വേഷിച്ചുകൊണ്ടേയിരിപ്പിൻ. സ്തോത്രം. ഒത്തിരി നാളായി പാസേ ഞാൻ പ്രാർത്ഥിക്കുന്നു, മറുപടിയില്ല. ശരിയായിരിക്കും. പ്രാർത്ഥന പായയിൽ നിന്നും മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും മറവിയുടെ മാറാപ്പിലേക്ക് നീ വലിച്ചെറിഞ്ഞു പല പ്രാർത്ഥനകൾ, നടക്കാത്ത പ്രാർത്ഥനകൾ, ആഗ്രഹിച്ചിട്ടും കയ്യിൽ വരാത്ത വിഷയങ്ങൾ. ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല പാസ്റ്റർ, മടുത്തു.
തരുന്നെങ്കിൽ തരട്ടെ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, തമ്പുരാൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നീ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിലും വാക്ക് പറഞ്ഞവൻ ദൈവമാണ്. അവനത് വലിച്ചെറിയാനൊക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഉവ്വ് ഉവ്വ് എന്ന് മാത്രം പറയുന്നവൻ, അവൻ അരുളി ചെയ്താൽ അങ്ങനെ സംഭവിക്കും, അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സ്ഥാപിതമാകും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവം തമ്പുരാൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശരീരത്തിൽ നിർജീവ പ്രവർത്തികളെ കണ്ടിട്ടും വിശ്വാസത്താൽ ക്ഷീണിക്കാത്ത അബ്രഹാമിന് വേണ്ടി 99 വയസ്സിൽ അവന്റെ ചെറുപ്പക്കാർ ശരീരം പോലെ ഇളവാക്കി തീർക്കുന്നത് എന്റെ ദൈവം തമ്പുരാൻ പറയുകയാണ്. നീ മനസ്സിൽ നിന്നും തള്ളിക്കളഞ്ഞതിനെ ഈ പ്രാർത്ഥന തീരും മുൻപ് അബ്രഹാമിന്റെ കൂടാരവാതുക്കൽ 3 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടതുപോലെ നിന്റെ പ്രാർത്ഥനയാകുന്ന കൂടാരവാതുക്കൽ, നിന്റെ ഹൃദയമാകുന്ന കൂടാരവാതുക്കൽ, സഭയാകുന്ന കൂടാരവാതുക്കൽ, വീടാകുന്ന കൂടാരവാതുക്കൽ ദൈവത്തിന്റെ മറുപടി ഇറങ്ങി വരും 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 വരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മൂന്ന് പേരുടെ മുൻപിൽ വാതിലടയില്ല. വാതിലിന്റെ കുറ്റി, കൊളുത്ത്, സാക്ഷ, പൂട്ട്, താഴ്, താക്കോല്. 3 പേരുടെ മുമ്പിൽ, 3 പേരുടെ മുമ്പിൽ അടയില്ല. തുറന്നു പോകും. തുറന്നില്ലേലും ഈ 3 പേരും അകത്ത് കടക്കൂന്ന്. ആരാണ് ആ 3 പേർ? ഒന്ന് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ വാതിലടച്ചിട്ട് കാര്യമില്ല, അവൻ തുറക്കും. യേശു മരിച്ചു. കല്ലറയുടെ കവാടബന്ധിത മഹാശില പ്രതിബന്ധം തകർത്തു. അതൊരു ദൈവശാസ്ത്ര വിഷയമായതുകൊണ്ട് അതിനെ പോയിന്റിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത പഠിക്കും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാർ കതക് അടച്ചിരിക്കുമ്പോൾ അവർക്ക് നടുവിൽ പ്രത്യക്ഷനായി. അബദ്ധത്തിൽ 1 പ്രാവശ്യമല്ലെന്നേ, 2 പ്രാവശ്യമുണ്ട് ആ വാക്ക്. കതകടച്ചിരിക്കുമ്പോൾ അകത്ത് പ്രത്യക്ഷനായി. സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നമ്മുടെ കൂടെ കർത്താവുണ്ടെങ്കിൽ ഇന്ന് പകൽ സാക്ഷകൾ, പൂട്ടുകൾ, താഴും താക്കോലും നമുക്കൊരു പ്രശ്നമല്ലെന്ന്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിയുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ കഴിയുന്ന, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ, ഇരുമ്പിൻ്റെ ഓടാമ്പലുകളെ പകർക്കുവാൻ കഴിയുന്നവൻ, താമ്രത്തിൻ്റെ കതല ഉടയ്ക്കുവാൻ കഴിയുന്നവൻ, ഇന്ന് പകൽ തലിത്ത കൂമി എന്ന് പറയുമ്പോൾ പാതാളത്തിൻ്റെ പൂട്ട് തകർത്ത് ആ കുഞ്ഞിൻ്റെ ആത്മാവിനെ തിരിച്ചുകൊണ്ട് ദൈവത്തിന് കഴിയുമെങ്കിൽ ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ പാതാളത്തിന്റെ പൂട്ട് തകർത്ത് അവനെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നിന്നോട് കൂടെയുള്ളവൻ ഈ ലോകത്തോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാണ്. ഇതുവരെ തുറക്കാത്ത ചില മേഖലകൾ, ഇതുവരെ അഴിയാത്ത ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അതിനെ അഴിയാൻ പോവുകയോ. യേശുവിന്റെ മുൻപാകെ വാതിൽ അടയില്ല പ്രിയപ്പെട്ടവരെ. യേശുവിനെ കയറ്റാതെ എത്ര വീടുണ്ട്? യേശുവിനെ കയറ്റാത്ത ഒരു ഗ്രാമമുണ്ട്. യേശുവിനെ കയറ്റാത്ത എത്ര രാജ്യങ്ങളുണ്ട്? അതെല്ലാം അവൻ തുറന്നു. സ്തോത്രം. ഇല്ലേ? യേശുവിനെ കയറ്റാത്ത വീടുകൾ തുറന്നില്ലേ? ഹൃദയങ്ങൾ തുറന്നില്ലേ? കർന്നല്യോസിൻ്റെ വീട് തുറന്നില്ലേ? ഇല്ലേ? എത്ര പേർ രാജ്യങ്ങൾ തുറന്നില്ലേ? ആഫ്രിക്കൻ രാജ്യങ്ങൾ തുറന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ തുറന്നില്ലേ? സ്തോത്രം. യേശുവിന് ചെല്ലാൻ പറ്റാത്ത രാജ്യമില്ലെന്നേ. യേശുവിന് മുൻപാകെ വാതിൽ തുറക്കും. ഒരു സ്തോത്രം പറ. അന്നും വിശദീകരിക്കുന്നില്ല. 2, ദൂതൻ്റെ മുൻപിലും വാതിൽ തുറക്കും. ദാനിയേലിൻ്റെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ട് സിംഹങ്ങളുടെ, അതാണ് ശരി. നേരമ്പളത്തെ രാജാവ് എന്ന് ചോദ്യം, നീ സേവിക്കുന്ന നിന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിച്ചോ എന്ന് ചോദിച്ചു. ദാനിയേലിന്റെ മറുപടി കേൾക്കണം. രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. ഇതാ പുള്ളിയാ പറയേണ്ടത്.
സിംഹത്തിൻ്റെ ഗുഹയിൽ കിടക്കുന്നവൻ പറയുക, രാജാവ് കഴിഞ്ഞ രാത്രിയിൽ കർത്താവിൻ്റെ ദൂതൻ വന്നു, സിംഹങ്ങളുടെ വായടച്ചു. ഒരെണ്ണമല്ല കേട്ടോ, പഠിക്കണം. മിക്കവാറും പേര് പറഞ്ഞ ഒരെണ്ണമാണെന്നല്ല, അസംബ്ലി പോലെ സിംഹമുണ്ട്. സിംഹങ്ങളുടെ വായടച്ചു. എന്താ വായടയ്ക്കാൻ കാരണം? പല കാരണങ്ങളുണ്ടെന്നേ. ഒന്ന്, ഈ ദൂതെന്ന് പറഞ്ഞ ആരാ? ഉറയിൽ കിടക്കുന്ന വാൾ ഒന്ന് ഊരിയാൽ 1.25 ലക്ഷത്തിലധികം ആളുകളുടെ തല മിഷൻ അരിഞ്ഞിടുന്ന പോലെ താഴെ വീഴ്ത്താൻ കഴിയുന്നവനാണ് ഈ ദൂതൻ. നാശക ദൂതൻ എന്നൊക്കെ വെളിപ്പാടുള്ള കാട്ടില്ലെങ്കിൽ ദൂതനിറങ്ങിയ രാജാവിൻ്റെ ചെല്ലയ്ക്കൊരൊറ്റ അടി കൊടുത്ത് ഹേരോദാവ് അതേ കുത്തി താഴെ പോയെന്ന്. സ്തോത്രം. ആ ദൂതനെ കണ്ടപ്പം വാ തുറക്കാൻ തുടങ്ങിയ സിംഹം തുറന്നിട്ടില്ല, തുറന്നവൻ അടച്ചിട്ടുമില്ല. ദാവീദിനെ പോലെ പയ്യൻ ആത്മശക്തി കൊണ്ട് ഒരെണ്ണത്തെ വലിച്ചു കീറിയെങ്കിൽ ദൂതനെ കണ്ടപ്പം ഒരൊറ്റ സിംഹം അനങ്ങിയിട്ടില്ല. പിന്നെ സ്തോത്രം. അച്ഛൻ്റെ കൂടെ എത്ര ദൂതന്മാരുണ്ട്? അത് പറ. 1 കൂടുതലുണ്ട്. ഇല്ലേ? ഉണ്ട്. സങ്കീർത്തന പുസ്തകം എന്താ പറയുന്നേ? നിന്റെ കാൽ കല്ലിനോട് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ, ബഹുവചനമാണ്, ദൂതന്മാരോടാണ് കൽപ്പിക്കുന്നത്. അവരാണ് കൈകൾ വഹിച്ചുകൊള്ളുന്നത്. മനസ്സിലായോ? സ്തോത്രം. ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ, ഈ ദൂതന്മാരെ, ഒന്നിലധികം ദൂതന്മാരൊക്കെ നമ്മളെ കാവൽ ചെയ്യാനായിട്ട് നമ്മളെ എന്നതാ? കപ്പലണ്ടി കച്ചവടം നടത്തുന്ന 4 സൈക്കിൾ വീലുള്ള പെട്ടി വണ്ടിക്ക് ആരെങ്കിലും കാവൽ നിൽക്കാറുണ്ടോ? ഈ ആറ്റങ്കരയിൽ വണ്ടി അവിടെ സൈഡിൽ കിടക്കും. ഉന്തുവണ്ടിക്കാരിലും സെക്യൂരിറ്റി നിൽക്കുമോ? ഇല്ല. തട്ടുകടയ്ക്ക് നിൽക്കുമോ? ഇല്ല. പെട്ടിക്കടയ്ക്ക് നിൽക്കുമോ? ഇല്ല. ചുമ്മാ ഇല്ലെന്ന് സെക്യൂരിറ്റിയെ കണ്ടാൽ ഉറപ്പിച്ചോളണം, ഇതിനകത്ത് ഏതാണ്ട് വലിയ സംഭവമുണ്ട്. ഒന്നിൽ ATM 2 ദൂതനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് ഏതെങ്കിലുമൊക്കെ വലിയ സ്വർണ്ണക്കടയായിരിക്കുന്നേ. അകത്തിരിക്കുന്ന സാധനത്തിൻ്റെ മൂല്യമനുസരിച്ചാണ് ഈ സെക്യൂരിറ്റി എണ്ണം കൂടുന്നത്. ലോകത്തിൽ ഏറ്റവും വലിയ മൂല്യമുള്ള സാധനം ഏതാണെന്നറിയാമോ? ആത്മാവാണെന്നേ. സർവലോകത്തെക്കാളും വിലയുള്ള ആത്മാവാണെന്നേ. ആ ആത്മാവ് നമ്മുടെ അകത്തുണ്ടെന്നേ. ആ ആത്മാവിനെ നേടാൻ യേശു വില കൊടുത്ത അവൻ്റെ സ്വന്തം രക്തമാണെന്നേ. അവൻ നിന്നെ എണ്ണിരിക്കുന്ന വിലയേറിയവനും മഹാനും മാന്യനുമായിട്ടാണെന്നേ. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണെന്നേ. ആ ദിവസത്തിൽ നിങ്ങൾ എനിക്കൊരു നിക്ഷേപമാണെന്നേ. നീ എനിക്ക് വിലപ്പെട്ടവനായതുകൊണ്ട് 1 ദൂതൻ 2 ദൂതന്മാർ നിർത്തിയാൽ നമ്മെ കാവൽ ചെയ്യുന്നത്. നമ്മുടെ വില അറിഞ്ഞ് ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ എത്ര പേര് തയ്യാറാകും? സ്തോത്രം. ഇപ്പം ഈ ദൂതന്മാർ ഇത്രയും ഉണ്ടെങ്കിൽ ഒരു സിംഹവും വാ പിളർക്കത്തില്ലെന്ന്. ഇനി സിംഹം എന്നാ വാ പിളർക്കാത്തതെന്ന് ഞാനൊരു ഉപദേശിയുടെ പുറകെ നടന്ന ഉപദേശിപ്പണി പഠിച്ചു തട്ട പണ്ട്. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. ഈ കിളിയായി നടന്ന ഡ്രൈവറായാൽ വണ്ടി വഴി കിടക്കുകയില്ല. വണ്ടി കേടായാൽ ബോണറ്റ് പൊക്കി ഏതേലൊക്കെ വയറ് കടിച്ച് പൊട്ടിച്ച് കൂട്ടിമുട്ടിച്ച് ആരെങ്കിലും വിളിച്ച് ഉന്തിത്തള്ളി നമ്മൾ സാട്ടാക്കി കൊണ്ടുപോകും. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിച്ചാൽ വണ്ടി കേടായാൽ അവിടെ കിടക്കും. കാരണം ഇത് ബോണറ്റ് പൊക്കുന്ന സ്വിച്ച് അവിടാന്ന് പോലും സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, ക്ലച്ചും ബ്രേക്കും പോലും അയാളുടെ കാലയിലായിരുന്നു. അപ്പം ശരിക്കും ഉപദേശിപ്പണി എവിടെ നിന്ന് തന്നെ പഠിക്കണം? ഈ പഴയ ഉപദേശിമാരെ പുറകെ നടന്ന് പഠിക്കണം. അവരെല്ലാം ശരി PG കോഴ്സൊക്കെ ഇരിക്കുന്നത്. ഇല്ലേ, കർത്താവ് നേരിട്ട് പഠിക്കണം, പൗലോസൊക്കെ പഠിച്ചതുപോലെ കേട്ടോ. അതുപോട്ടെ. ഞാൻ ഈ പണ്ടത്തെ ഉപദേശിയോട് ചോദിച്ചു, ഈ ദാനിയേൽ എന്ന് വീണപ്പം ഇവൻ എന്നാ സിംഹങ്ങൾ തിന്നാത്ത? പണ്ടത്തെ ഉപദേശിമാരുടെ
2 വ്യാഖ്യാനം കേട്ടുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാതിരിക്കത്തൊന്നുമില്ല. ഒന്ന്, സഹോദരാ, ഈ സിംഹം കാട്ടിലെ മന്ത്രിയാണോ രാജാവാണോ? രാജാവ്. ബാലരമ പറഞ്ഞാണോ ബൈബിൾ പറഞ്ഞാണോ? അല്ല. വെജാണോ നോൺ വെജാണോ? സിംഹം എന്ന് പറഞ്ഞാൽ വല്ലതും കടിച്ചു പറിച്ച് തിന്നുന്ന ആളാണോ അതോ സാമ്പാറും വെണ്ടയ്ക്കയും തിന്നുന്ന ആളാണോ? കടിച്ചു പറിച്ച് തിന്നുന്ന ആളാണ്. പതുങ്ങിയിരിക്കും, മാൻകുട്ടി പോകുമ്പോൾ പറന്ന് വീഴും, കോമ്പല്ല കുത്തിയിറക്കും, കടിച്ചു പറിച്ച് കീറിയെടുത്ത് തിന്നും, ബാക്കിയുള്ളത് ഇട്ടേച്ച് പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ മാൻകുട്ടി പോയി തിരിഞ്ഞുപോലും നോക്കുകയില്ല പുള്ളി. അത്ര ഡീസൻ്റാണ് പുള്ളി. നമ്മളങ്ങനെയാണോ? തിന്നു കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വെച്ച് വെക്കത്തില്ലേ? പോട്ടെ. അപ്പോൾ പുള്ളി നോൺ വെജാണ്, കടിച്ചു പറിച്ച് തിന്നണം. അപ്പോൾ ഉപദേശിച്ച് പറയാം, കേട്ടിട്ടുണ്ടാവും. ദാനിയേൽ ചെന്ന് വീണ ഉടനെ പുള്ളി മുട്ടൂത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പുള്ളിക്കറിയൊന്നും സംഭവിക്കത്തില്ലെന്ന്. അപ്പോൾ ഈ സിംഹങ്ങൾ വന്നേച്ചിങ്ങനെ നമ്മൾ ഭക്ഷണം കിട്ടിയാൽ ആദ്യം വിഴുങ്ങി നോക്കും. അങ്ങനെ മൃഗങ്ങൾ മണത്ത് നോക്കും, അറിയാമോ? ഉച്ചയ്ക്ക് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പൂച്ചയ്ക്ക് ചെറിയ മീനും ചോറും കൊടുത്തു നോക്കുക. ആദ്യം പൂച്ച വന്നിട്ട് എന്ത് ചെയ്യും? എന്താ കാര്യം മണക്കുന്നത്? ഇത് സന്ധ്യയായി ഉഷസ്സുമായി ഇന്നലത്തെ ആണോ എന്നായി നോക്കുന്നേ, മനസ്സിലായോ? അത് ഇന്നലത്തെ ഒന്നും തിന്നത്തില്ല മക്കളെ, അത് ഫ്രഷേ കഴിക്കത്തുള്ളൂ. നമ്മളാണ് ഈ സന്ധ്യ ഉഷസ്സുമായി 7-ാം ദിവസവും കഴിഞ്ഞ്, ബൈബിളിൽ 7 ദിവസം വരെ ഉള്ളൂ. ഫ്രിഡ്ജ് വന്ന ശേഷം 8-ാം ദിവസം 2-ാം വാരം സെഞ്ചുറി അടിക്കുന്ന ഫ്രിഡ്ജുണ്ട്. ചില ഫ്രിഡ്ജ് തുറക്കുന്ന വെളിപ്പാട് 19 തുറക്കും ഒരുപോലെ. അഗാധ കോപത്തിൽ നിന്ന് പുക പൊങ്ങി കറിവേപ്പിലടക്കം കയറ്റി വെച്ചേക്ക്. എന്തിനാന്ന് ആർക്കറിയാം? അപ്പം ഇതെങ്കിലും എന്തിനും മണത്ത് നോക്കിയിട്ടേ കഴിക്കത്തുള്ളൂ. അത് ശരിയല്ലേ പറയുന്നേ അമ്മച്ചമാരെ? ശരിയാ. പൂച്ചയ്ക്ക് ചോറ് കൊടുത്ത് നോക്ക്. അപ്പം സിംഹം വന്നിട്ട് ഈ ശാപ്പാട് വന്ന് വീണപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം സിംഹം വന്നിട്ട് ഇങ്ങനെ ദാനിയേലിനെ ഇങ്ങനെ മണത്ത് നോക്കി. മണത്തപ്പോൾ തല ചെകിടിച്ചു പോയി. തുവരപ്പരിപ്പിൻ്റെ മണം. പുള്ളി എന്ന് വെച്ച് പറഞ്ഞു, അങ്ങോട്ട് വിട്ട് കാര്യമില്ല, പരിപ്പാണ്. മറ്റു സിംഹങ്ങൾ പറഞ്ഞു, എന്തൊട്ട് പരിപ്പ്? പരിപ്പാണ്, ഗുണമില്ലെന്ന്. ഇന്ന് ഞാൻ അന്ന് പോയി നോട്ട് ഉപേക്ഷിന്ന് കൂടുതൽ കൂടി കണ്ടാൽ നല്ല ശിമ്പളൻ. എന്നാൽ താനിന്ന് പോയിട്ട് വാ, ഇങ്ങോട്ട് ഞാനൊന്ന് പോയിട്ട് വരും. ഇയാൾ പതുക്കെ ചെന്നിങ്ങനെ ആഞ്ഞു പിടിച്ചൊന്ന് മണത്തു. മറ്റേ പുള്ളി മണത്ത പോലല്ല, പെരുങ്കായത്തിൻ്റെ മണം. എൻ്റെ പൊന്നു, ആ ഇത് കയറിയിട്ട് തകർന്നു പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് അമ്മമാരെല്ലാം കൂടെ ആലസം പൊള്ളി എന്നാ ചെയ്യുന്നു ചോദിച്ചു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ആദ്യം ഞാൻ വായിച്ചായിരുന്നു. രാജാവ് നൽകുന്ന രാജകീയ ഭോജനം, ഇറച്ചിയും മീനും മുട്ടയും കുഴി മന്തിയോ എന്തുവാ ഇപ്പോഴത്തെ മന്തി? ഞങ്ങളുടെ നാട്ടിലെ മലപ്പുറംകാരുടെ പേരാ മന്തി. പറക്കെ അൽഫാം. അൽഫാം. എൻ്റെ പൊന്നു, നാള് ഞങ്ങൾ പരീക്ഷയ്ക്ക് ഇട്ടപ്പോൾ ഒരു അപ്പച്ച എഴുതി വെച്ചേക്കാം, അൽഫാമിൻ്റെ മകൻ മത്തായിന്ന്. ഉണ്ടോ? അൽഫാമിൻ്റെ സ്വാധീനം നോക്കണം. തിന്ന് ഇപ്പം അൽഫായിയുടെ മകനെ ആരാക്കി. ഇപ്പം എന്നാ അൽഫാമും കുഴിമന്തിയുടെ സ്വാധീനം നോക്കിക്ക്. എനിക്ക് ആ പേര് കേൾക്കുമ്പോഴേ ഞാൻ ഡെഡ് ബോഡി വലിച്ചു വാരി തിന്നുന്ന പോലെ. അകത്ത് തന്നെ എന്നാലും പോട്ടെ. എന്താ പറഞ്ഞു വരുന്നത്? ഇവൻ പറഞ്ഞു, യോ തിന്നനൊക്കത്തില്ല, അത് പെരുങ്കായോ തുവര്. വല്ല മനസ്സിലായോ? രാജാവ് നൽകുന്ന രാജകീയമായ ഭോജനം കൊണ്ട് ഞങ്ങളെ തന്നെ അശുദ്ധമാക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാ വേണം? ശാകപദാർത്ഥവും പച്ചവെള്ളവും പരിപ്പും പച്ചവെള്ളവും വല്ലതും പിടികിട്ടിയോ? 1-ാം അധ്യായത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദാനിയേലും കൂട്ടരുമേ, നിന്റെ പരിപ്പിനും പച്ചവെള്ളത്തിനും 6-ാം അധ്യായത്തിൽ നിന്നെ വിഴുങ്ങാൻ വരുന്ന സിംഹത്തിന്റെ വായടപ്പിക്കുവാനുള്ള കെൽപ്പുണ്ടെന്ന് 6-ാം അധ്യായത്തിലാ മനസ്സിലാക്കിയത്. ഈ 21 ദിവസം ഇവിടെ കിടക്കുന്ന ശാകപദാർത്ഥം കഴിക്കുന്നവരെ, ദൈവത്തിന്റെ വചനം ആവോളം ആസ്വദിക്കുന്നവരെ, ഈ ഉപവാസം കഴിഞ്ഞ് നിന്നെ വിഴുങ്ങാൻ വരുന്ന പർവ്വത സമാനമായ പ്രതിസന്ധികൾ, സിംഹ സമാനമായ പ്രതിസന്ധികളെ വായടപ്പിക്കാൻ കഴിയുന്ന ഒരാത്മീക ഭക്ഷണമാണ് ഇന്ന് പകൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കരമടിച്ചോ ഇന്ന് പകൽ ഈ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ.
ഹല്ലേലൂയ. പിന്നെ ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു, മോനെ യോയി, വേറെ ഉണ്ടടാ കാര്യം. ഇതന്നെ, ഈ പൂച്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? തൻ്റെ ആരോഗ്യത്തിന് പറ്റിയ ഒരു മൃഗത്തെ കണ്ടാൽ ഓടിച്ചിട്ട് പിടിക്കും. എലിയെ കണ്ടാൽ, ബലഹീന ജീവിയായ ഒരു പാറ്റയെ കണ്ടാൽ തട്ടിമുട്ടി കളിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ തട്ടും അങ്ങനെ തട്ടും, പോകത്തില്ലെന്നറിയാം. ദാനിയേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം സിംഹങ്ങൾക്ക് മനസ്സിലായി തട്ടിമുട്ടി കളിക്കാൻ പറ്റിയൊരു സാധനം ഇനി ഇവൻ പോവും. ഇരുമ്പടിയല്ലേ. ഒരു സിംഹനെ മുന്നോട്ട് നിന്ന് നോക്കിയപ്പോഴുണ്ട്, ഈ ഞങ്ങളുടെ ഉപദേശി പറഞ്ഞ കേട്ടോ, ഈ ദാനിയേലിൻ്റെ അകത്തെ ഒരു കുഞ്ഞൻ മൃഗം പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുന്നു. എൻ്റെ വാലിങ്ങനെ നീണ്ടു കിടക്കുന്നു. അപ്പം ഈ മൃഗം ചെന്ന് ആ വാലെടുത്ത് തട്ടി. പോകത്തില്ലല്ലോ. ദാനിയേലിൻ്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞൻ മൃഗം കിഴക്കൂടി അതാണ്. ഇപ്പം 2-3 സിംഹം ചോദിച്ചു, എന്നാ അവിടെ ഒരു ചെറിയ പുള്ളി ഇവൻ്റെ അകത്ത് കിടപ്പുണ്ടോ? കുമാരൻ ചെന്ന് വെച്ചാൽ ആ വാലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചു. അൺസഹിക്കബിളായിപ്പം ആ കുഞ്ഞൻ മൃഗം ആ നിപ്പിൽ നിന്നുകൊണ്ട് തിരിഞ്ഞൊന്ന് നോക്കി. ഞങ്ങളുടെ ഉപദേശി പറയുക, സോര, ആ കുഞ്ഞൻ മൃഗം തിരിഞ്ഞു നോക്കിയപ്പോഴേ സിംഹമെല്ലാം നടുങ്ങിപ്പോയി. പെട്ടെന്ന് എബൌട്ട് ടേൺ അടിച്ചിങ്ങനെ മാറി നിൽക്കും. എല്ലാം മനസ്സിലായോ? അത് യഹൂദാ ഗോത്രത്തിൽ സിംഹമാണെന്നാ കിടക്കുന്നത്. ഇത് സിംഹങ്ങളാണെങ്കിൽ അത് സിംഹത്തിന് രാജാവാ കിടക്കുന്നെന്ന്. നിന്റെ അകത്ത് കിടക്കുന്നവൻ ലോകത്തിലുള്ളവരെക്കാൾ വലിയവനാണെന്ന്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തുണ്ടെന്ന്, നിന്നെ പരാജയപ്പെടുത്താൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പസമയം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. നീ ചെറിയവനല്ല, നീ വലിയവനാണെന്ന്. ഒന്ന്, കർത്താവിന്റെ മുൻപാകെ വാതിലടയില്ല. 2, ദൂതന്റെ മുമ്പിൽ വാതിലടയില്ല. 2 പ്രമാണികൾക്ക് നടുവിൽ കിടന്നുറങ്ങുന്ന പത്രോസിന്റെ കയ്യിൽ ദൂതൻ പിടിച്ചു. 1-ാമത്തെ കാവൽ കടന്നു, 2-ാമത്തെ കാവൽ കടന്നു. പട്ടണവാതിക്കലെത്തിയപ്പോൾ ഇരുമ്പ് ഗേറ്റ് സ്വതവേ തുറന്നു. ഉറക്കം തൂങ്ങി നടക്കുന്ന പത്രോച്ചായനെ കണ്ടതുകൊണ്ടല്ല ഗേറ്റ് തുറന്നത്, ദൂതനെ കണ്ടപ്പോഴാണ് ഗേറ്റ് തുറന്നത്. നിന്റെ കയ്യിൽ പിടിച്ച ദൂതൻ്റെ മുൻപാകെ ഇന്ന് പകൽ ചില വാതിലുകൾ തുറക്കണമെങ്കിൽ നീ സ്റ്റെപ്പ് എടുത്ത് വെക്കണം. നീ മുന്നോട്ട് വരണം. പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ആത്മീയതയിൽ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ കഴിഞ്ഞ കാലങ്ങളിൽ കയ്യെ പിടിച്ച ദൂതന്റെ കൂടെ ഒരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വെക്കാമെങ്കിൽ ഇതുവരെ തുറക്കാത്ത ഇരുമ്പിന്റെ ഗേറ്റുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി തുറയപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ അവസാനിപ്പിക്കണം. 3-ാമത്തെ കാര്യം പറയുന്നു, 3 പേരുടെ മുമ്പിൽ വാതിലടയുകയില്ലെന്നല്ലേ. 6 പോയിന്റിൽ ഇപ്പം എത്രണ്ണമായി? 2. പിന്നെ എത്രണ്ണമുണ്ട്? 4. അതെപ്പം ചിന്തിക്കും? വൈകിട്ട്. പറഞ്ഞു നന്നായി, വരാതിരിക്കാമല്ലോ. ഇതിൻ്റെ ബാക്കിയാണെന്നറിയുമ്പോൾ വരണ്ടല്ലോ, വന്നില്ലെങ്കിൽ വരണ്ട, അത്രയേ ഉള്ളെന്ന്. അപ്പം കിളിവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന അവിടെ നിൽക്കുന്നത്. കർത്താവിന് മുമ്പിൽ വാതിൽ അടയുകയില്ല, ദൂതൻ്റെ മുമ്പിൽ വാതിൽ. ഈ 2 എണ്ണം പറഞ്ഞിട്ടും ഇപ്പോഴും സ്വത്രം പറയാത്തവരുണ്ട്. പുഴുങ്ങിയ പുട്ട് കുറ്റിക്കകത്തിരിക്കുന്ന പോലെ കൊള്ളണോ തള്ളണോ, കൊള്ളണോ തള്ളണോ. ഏതായാലും നനഞ്ഞു കുതിർന്ന പൊടിയല്ലേ, കുറ്റിക്കകത്ത് കയറിപ്പോയില്ലേ, ആവിയും കൊണ്ടുപോയില്ലേ, ഏതായാലും ഇതിനകത്ത് വന്ന് കയറിയില്ലയോ. കയ്യിലിൻ്റെ കണ കൊണ്ട് കുത്തി മുറത്തിനകത്തോട്ട് ഒരു ആവിയെങ്കിലും പറക്കട്ടെന്ന്. 3-ാമത്തെ ദൂത്. കർത്താവിന് മുമ്പാകെ വാതിലടയില്ല മക്കളെ, ദൂതൻ്റെ മുമ്പിൽ വാതിലടയില്ല മക്കളെ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ മുൻപാകെയും അധിക നേരം വാതിലിന് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ലെന്ന്
സത്യത്തിലും ആത്മാവിലും നീ ആരാധിക്കുന്നവനാണെങ്കിൽ, നിന്റെ ബലഹീനമായ ആത്മാവിനെ ശക്തനായ പരിശുദ്ധാത്മാവിനെ പിടിച്ചെടുത്തിട്ട് ആത്മാവായ ദൈവത്തെ നീ ആത്മാവിൽ ആരാധിക്കുന്നവനാണെങ്കിൽ, ഇന്ന് പകൽ നീ ആരാധിക്കുമ്പോൾ നിന്റെ മുൻപാകെ ചില വാതിലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് തുറയപ്പെടുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. ശൗലിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്താക്കി. ഇല്ലച്ചാ ഇപ്പൊ വിടാം, വാച്ച് കിട്ടിയ കൈ കൊണ്ട് കല്ലിലിയെ പറയും മുമ്പ് ഞാൻ നിർത്തും. അപ്പം വിടും. 1:30 പറഞ്ഞ 1:30 മക്കളൊരു പാട്ട്, ആരാധനയ്ക്ക് പറ്റിയ ഒരു പാട്ടങ്ങോട്ട് സെലക്ട് ചെയ്ത് വെച്ചോ. നിങ്ങളോടാ, ആരാധനയ്ക്ക് പറ്റിയ ഒരു പാട്ടങ്ങോട്ട് സെലക്ട് ചെയ്ത് വെച്ചോ. നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പം തുറക്കുന്ന വാതിലൊക്കെ അനുഭവിച്ചിട്ട് പോകണമെന്നേ. ബാക്കി രാത്രി പറയത്തുള്ളന്നേ. അത് നോക്കി, ശൗലും ശീലാസും കൂടെ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു. പറയാൻ വിശദീകരിച്ച് പറയുന്ന സമയമില്ല. സമയം അർദ്ധരാത്രി ഇല്ലേ? എങ്ങനെ ആരാധിച്ചത്? കൈയടിക്കാൻ പറ്റുമോ? ഇല്ല. നീങ്ങിപ്പോയി അതെല്ലാം പറ്റുമോ? അതും പറ്റൂല. പക്ഷേ ആത്മാവിന് ബന്ധനമുണ്ടോ മക്കളെ? ഇവിടെ സെല്ലിട്ട് വെച്ച് ഒട്ടിച്ചു വച്ചിരിക്കുകയാണോ? അല്ല. നമ്മുടെ മട്ട് കണ്ട നമ്മുടെ കയ്യും കാലും എല്ലാം ആമത്തിലിട്ട് പൂട്ടിയേക്കാൻ തോന്നും. അങ്ങനെയാണോ? അല്ല. ഞാൻ ഈ ആരാധനയ്ക്ക് മുമ്പേ വരും കേട്ടോ. 42 കൊല്ലമായി യേശുവിനെ പ്രസംഗിക്കുന്നു. എൻ്റെ അറിവിൽ മനഃപൂർവ്വമായി ഞാൻ പാട്ട് കഴിഞ്ഞ് എന്നിട്ടില്ല. രാവിലെ മാസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞു സംഗീതം ആളുകൂടാനുള്ള പണിയല്ല, അതൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെല്ലുന്നത്. ഞാൻ 25,000 പ്രാവശ്യം കേട്ട പാട്ടായിരിക്കും, അവരും പലവട്ടം കേട്ട പ്രസംഗമായിരിക്കും. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. കറക്റ്റ് സമയത്ത് വന്നു പ്രസംഗിച്ചു. അങ്ങനെയുള്ള പ്രസംഗം കാണുകയൊക്കെ. ഞാൻ എൻ്റെ കാര്യം ഇതാ, എനിക്ക് നേരത്തെ വരണം, പാട്ട് തുടങ്ങുമ്പോഴേ സ്റ്റേജിൽ വരണം, പാട്ട് മുഴുവൻ കേൾക്കണം, ആസ്വദിച്ച് ദൈവത്തെ സ്തുതിക്കണം. എന്നിട്ട് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഒരു പാട്ടോടെ പാടി അത് കേട്ടേ ചെയ്യാൻ അത്തോട്ട് പോലും പോകത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. നമുക്ക് മുന്നോട്ടൊന്ന് ഇതോടെ പറഞ്ഞു നിർത്താം. ഇവരാരാധിച്ചപ്പം കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തിന്? ഇവർ കിടക്കുന്ന മുറിയുടെ പൂട്ട്, ഗോദ്രേജിൻ്റെ പൂട്ട് ഇടത്തോട്ട് തിരിച്ച് താക്കോൽ പോക്കറ്റിലിട്ട് ഇടത്തെ കൊണ്ടിനെ പിടിച്ച് കുലുക്കി നോക്കി പൂട്ട് വീണോ. അങ്ങനെയല്ലേ നമ്മളെല്ലാം പൂട്ടുന്നേ. എന്നിട്ട് ഈ പുള്ളി പോയി അവിടെ ഇരിക്കുക കസേരയിൽ. അവരാത്മാവിൽ ആരാധിച്ചത് ഈ പുള്ളി കേട്ടു. ഈ പ്രതിസന്ധിക്കിടയിലും അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന ഈ പുള്ളി കണ്ടു. എന്നിട്ടും ഇവൻ്റെ ഹൃദയം തുറന്നിട്ടില്ല. ഇവരാരാധിക്കുന്ന യേശുവിനെ ഇവൻ സ്വീകരിച്ചിട്ടില്ല. ദൈവം തമ്പുരാൻ ഇവൻ്റെ ഹൃദയത്തിൻ്റെ പൂട്ട് തകർക്കാനാണ് ചില കുലുക്കങ്ങൾ നടത്തിയത്. പൗലോസും ശീലാസും കൂടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആ പൂട്ട് തകർക്കാനല്ലെന്നേ, അത് പൊട്ടിച്ചിട്ടും അവർ പുറത്ത് പോയില്ലല്ലോ. എന്താ അവര് പോകാത്തത്? അവര് പോകാനല്ലെന്നേ പൂട്ട് തകർത്തത്. പിന്നെ ഇവനും കൂടെ അകത്ത് കയറാനാണെന്നേ. ഇവൻ കുലുങ്ങണമെങ്കിൽ, ഇവന്റെ ഹൃദയത്തിന്റെ പൂട്ട് തകരണമെങ്കിൽ ഇവനിരിക്കുന്ന കസേരയ്ക്ക് കുലുക്കം വരണം. ഇവനിരിക്കുന്ന കസേര കുലുങ്ങണമെങ്കിൽ സ്ട്രോങ്, ഡബിൾ സ്ട്രോങ്ങിൽ പണിതിരിക്കുന്ന കാരാഗ്രഹത്തിന് കുലുക്കം വരണം. കാരാഗ്രഹത്തിന് കുലുക്കം വരണമെങ്കിൽ ബോംബൊന്നും വെക്കണ്ടെന്നേ. ആത്മാവിൽ ആരാധിക്കുന്നവൻ ആത്മാവിൽ ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങിയെന്ന്. ഇന്ന് പകൽ 5-ാമത്തെ ദിവസം ദൈവസഭ ആത്മാവിൽ ആരാധിച്ചാൽ ഇതുവരെ നെയ്യാറ്റിൻകരയിൽ കുലുങ്ങാത്ത ചില മേഖലകൾ, ഇതുവരെ തുറന്നു വരാത്ത ചില പഞ്ചായത്തുകൾ, ചില വാർഡുകൾ, പിശാച് അവകാശം പറയുന്ന ചില മേഖലകൾ, കുടിയിരിപ്പിന്റെ ദുർഭൂതങ്ങൾ ആവാസ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്ന കുടുംബങ്ങൾ, അടുക്കള മുതൽ അകപ്പളം വരെ പൈശാചിക ശക്തികളിൽ വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽ ആത്മാവിൽ ആരാധിച്ച് അതിനെ കെട്ടുപൊട്ടിക്കുവാൻ തന്റെ ഇടമുള്ള പ്രാപ്തിയുള്ള ദൈവമക്കൾക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. ദൈവമക്കളെ ഒന്ന് എഴുന്നേറ്റ് നിന്നേ.
വേദപുസ്തകം താഴോട്ട് വെക്ക്. താഴോട്ട് പറഞ്ഞാൽ കസര വെക്ക്. ഈ ആത്മാവിൽ ആരാധിക്കുന്നവനെ കണ്ടാൽ ആളുകൾ ആരാധിക്കുക മാത്രമല്ലെന്നേ, പ്രകൃതി ശക്തികൾ കീഴടങ്ങും. കണ്ടോ യെരിഹോ ഇടിഞ്ഞ് താഴെ പോകുന്നത്? കണ്ടോ ചെങ്കടൽ വഴിമാറുന്നത്? അല്ലേ? കണ്ടോ പാറ പിളർന്ന് വെള്ളം വരുന്നത്? 1.5 കിലോമീറ്റർ ആഴമാണ് ചെങ്കടലിനെ വായിച്ചിട്ടുണ്ട്, ശരിയാണോന്നറിയില്ല. 55 കിലോമീറ്റർ ദൂരത്തിൽ സ്പീഡിൽ കാറ്റ് വന്നാൽ വൻമരങ്ങൾ കടപുഴകും, ഫൈബർ വള്ളങ്ങൾ മറിയും. അതാണ് ആകാശവാണി പ്രക്ഷേപണം ചെയ്യും, കടലിൽ പോകുന്നവർ ശ്രദ്ധിക്കണമെന്ന്. 55 മൈൽ ദൂരത്തിൽ വള്ളം മറിക്കുവാൻ കാറ്റിന് കഴിയും. 70-80 വന്നാൽ വൻമരങ്ങൾ കടപുഴകും. സുനാമി വരുന്ന 250 മുതൽ 350 കിലോമീറ്റർ വേഗതയിലാണ് വരുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, 110 മൈൽ സ്പീഡിൽ കാറ്റ് പോയാൽ ഇവിടെ ഒന്നും കാണത്തില്ലെങ്കിലും 10 കോൽ വെള്ളം കിണറ്റിൽ അവിടെ കിടക്കും. അതിനെ പൊക്കാൻ ഒരു കാറ്റിന് ഒക്കുകയില്ല. പക്ഷെ 1.5 കിലോമീറ്റർ ആഴത്തിൽ ഈ ചെങ്കടൽ ഇത് 2ആയി മാറണമെങ്കിൽ എന്താ സംഭവം മനസ്സിലായോ? പുറപ്പാട് പുസ്തകത്തിലുണ്ട്, അവന്റെ മൂക്കിലെ ശ്വാസത്താൽ പ്രവാഹങ്ങൾ കുന്നിച്ചു കൂടിയെന്ന്. എന്നാൽ കൂടും മുൻപ് വിടർന്നെങ്ങനെയാണെന്നറിയാമോ? മാറിപ്പോ അറിയാമോ? ഞാൻ പറയുന്നു, അടിയിളകുമാർ അലകളൊക്കെ കൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുന്ന പ്രചണ്ഡവാതകം കരയിലേക്ക് ആർത്തിരമ്പി വരാനേരത്തിന് പൊങ്ങി വന്നപ്പോൾ അക്കരയ്ക്ക് നോക്കിയപ്പോഴുണ്ടല്ലോ, അഭിഷേകത്തിന്റെ വടിയുള്ള ആഹരോൻ അക്കരെ നിൽക്കുന്നു. വടിയെടുത്ത പാറയെ അടിക്കുവാൻ കഴിയുന്ന മോശ അവിടെ നിൽക്കുന്നു. ആണ്ടെ തപ്പെടുത്ത് ഇങ്ങനെ ചിൽച്ചിലം പാടി ആരാധിക്കുവാൻ വെമ്പി നിൽക്കുന്ന മിരിയാം അമ്മച്ചി അപ്പുറം നിൽക്കുന്നു. ചെങ്കടൽ പറഞ്ഞു, അങ്ങോട്ട് പോകണ്ട, അവരെ വിഭാഗിക്കുവാൻ കഴിയുന്നവരാ, അവരാരാധിക്കാൻ കഴിയുന്നവരാ. അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരും മുൻപ് വഴിമാറിക്കോളാൻ പറഞ്ഞു. 1.5 കിലോമീറ്റർ ആഴം ഇങ്ങനെ വഴിമാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. തപ്പുള്ളവർ ഇന്ന് പകൽ അതെടുത്ത് മുന്നോട്ട് വാ. കരമടിക്കാൻ പ്രാപ്തിയുള്ളവരെ കരമടിക്കട്ടെ. വാ തുറന്ന ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നവർ വാ തുറന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം മുഴക്കാൻ കഴിയുന്നവരെ മുഴക്കട്ടെ. 6 ദിവസമായി ഇടിഞ്ഞു വീഴാത്തത് ഇന്ന് പകൽ ആരാധിക്കുമ്പോൾ ഇടിഞ്ഞു വീഴുമെന്ന് വിശ്വസിക്കുന്നവർ ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ട നീ വെച്ചിരിക്കുന്ന ചെങ്കോൽ എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ തലമുറയ്ക്ക് മേൽ, എന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ, എന്റെ സമ്പത്തിന്റെ മേൽ കടന്നൽ കൂടുകളൊക്കെ നീ കൂട്ടിയിരിക്കുന്ന നിന്റെ ചെങ്കോലിനെ ഇന്ന് പകൽ ആത്മാവിൽ ആരാധിച്ച്, ദൈവത്തെ ആരാധിച്ച്, സത്യത്തിൽ ആരാധിച്ച് അതിനെ കെട്ടുപൊട്ടിക്കുവാൻ കഴിയുന്നവർ ഒന്ന് ദൈവത്തെ ആരാധിക്കട്ടെ. ശക്തിയോടെ, വളരെ ബലത്തോടെ. വിട്ടുകൊടുക്കരുത് കേട്ടോ, വിട്ടുകൊടുക്കരുത്. 1 മിനിറ്റോ 5 മിനിറ്റോ മുന്നോട്ട് പോയാലും 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിനേക്കാൾ 5 മിനിറ്റ് ആരാധിച്ചാൽ നിന്റെ ലക്ഷ്യങ്ങളുടെ ബാധ്യത ഒഴിയുകയാണ്, നിന്റെ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിയുകയാണ്. ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില കെട്ടുകൾ പൊട്ടിച്ച് കാരാഗ്രഹത്തിന്റെ അടിത്തറകൾ കുലുക്കി ചില പ്രമാണിമാർ രക്ഷിക്കപ്പെടുമെന്ന്, ഈ കൂട്ടായ്മയിൽ വരുമെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. കിളിവാതിൽ തുറന്ന് ഇട്ടുകൊണ്ടുള്ള പ്രാർത്ഥന.